ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മേഖലകളെയും കർത്താവെ ആത്മാവിനാൽ നയിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നാഥ, വചനം പറയുന്നുവല്ലോ, സ്വർഗീയ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ പക്കലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ലെന്ന്. ഈശോയെ അങ്ങയാൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഇന്ന് അനേക മക്കള് കർത്താവെ അങ്ങയുടെ വചനത്തിനായി ദാഹത്തോടെ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവെ അവിടുന്ന് പേര് ചൊല്ലി വിളിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ഇന്നത്തെ ശുശ്രൂഷകൾ ദൈവമേ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 9:17 വചനം പറയുന്നു, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങയെ അറിഞ്ഞ് അങ്ങയെ അനുഭവിച്ച് അങ്ങയുടെ തിരുഹിതം മനസ്സിലാക്കി ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല, ഞങ്ങൾ ജീവിക്കുന്ന വർഷം അത്രയും കർത്താവെ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാരാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഈ ലോക ജീവിതത്തിന് പുറകെ ഓടിയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രയത്നങ്ങളും എല്ലാം കർത്താവെ അങ്ങയുടെ ദയയ്ക്ക് പരിപൂർണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചാലും പരിശ്രമിച്ചാലും കർത്താവെ അവിടുന്ന് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, അങ്ങ് ദയ കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രയത്നങ്ങളും എല്ലാം വ്യർത്ഥമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതത്തിന് മാത്രം പ്രത്യാശ വയ്ക്കാതെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ നിറഞ്ഞ് ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതം, ജോലി മേഖലകൾ, ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങള് എല്ലാം കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായിട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഇന്നത്തെ ശുശ്രൂഷകളെയും പരിപൂർണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മാവിന്റെ ഒരു ജ്വലനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ആത്മാവിൽ ജ്വലിക്കുന്നവരായി തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരെ തീരുവാനുള്ള വലിയ കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യസഹായകനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ഞങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങളെയും പരിശുദ്ധാത്മാവെ അവിടെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ നയിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് നമുക്കൊരു ഗാനം പാടി പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് പരിശുദ്ധ ത്രിയേക ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ നാഥനെ വാഴ്ത്തുമീ കൂട്ടായ്മയിൽ, ദാഹിച്ച് പ്രാർത്ഥിക്കും നിന്ദാസരിൽ നാഥനെ വാഴ്ത്തുമീ കൂട്ടായ്മയിൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ
ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ, ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് മാത്രപ്പെടുത്താം. ഹല്ലേലൂയ. സാധിക്കുന്നവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സ്തുതിക്കാം. സ്തുതിക്കുന്നതാവേ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിതയുമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ത്രിയേക ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിലായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം ദൈവമേ. അങ്ങയെ മഹത്വപ്പെടുത്താനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയെ അറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവമേ. സ്വന്തം കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്നത്തെ ശുശ്രൂഷകള് ജിൻഡോ ബ്രദറിനെയും അദ്ദേഹം ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ നിയമവചനങ്ങളെയും, ഞങ്ങളുടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെയും, ഇനിയും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെയും അമ്മയുടെ വിമല ഹൃദയം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ശ്രവിക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, ഞങ്ങൾ ദൈവത്തെ അറിയുവാൻ, അനുഭവിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിലെ നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ലോർഡ്. താങ്ക് യു സലോമി സിസ്റ്ററെ. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ജിൻഡോ ബ്രദറെ സ്വാഗതം. ടിറ്റോ ബ്രദർ എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹത്തിന് നേരിട്ട് ക്ലാസ് തുടങ്ങാമോ? അതെ, നേരിട്ട് ക്ലാസ് തുടങ്ങാമോ? താങ്ക് യു. ബ്രദറെ ക്ലാസ് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഓക്കെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-17 തിരുവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ കർത്താവായ ഈ മണിക്കൂറിനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയങ്ങളിൽ അനുഭവമാകുന്നതിന് വേണ്ടി കർത്താവ് ഈ നിമിഷം ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുത്തിരുന്നു. അതേ ശൈലിയിൽ തന്നെ പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് വീണ്ടും അടുത്ത ഭാഗം വീണ്ടും കുറച്ച് ഭാഗം പറയുന്നു, സംശയങ്ങൾ തീർത്ത് ആ രീതിയിൽ പോകാമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ക്ലാസ് ശ്രദ്ധിക്കുവാനും സാധിക്കുമെന്ന് കരുതുകയാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് ദഹിക്കാതെ വരികയാണെങ്കിൽ, പറഞ്ഞത് മനസ്സിലാകാതെ വരികയാണെങ്കിൽ
നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യങ്ങളെ മാർക്ക് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മെ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി ഈ നിമിഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് പരിശുദ്ധ തൃത്വം, സത്ത, ഉപസ്ഥിതി, പെരിക്കോറസിസ്, ബന്ധം, ഈ 3 കാര്യങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. ഇതിന് കുറച്ചും കൂടി ആഴത്തിലേക്ക്, ഇതിൻ്റെ ഓരോ വിഷയങ്ങളിലെയും ആഴത്തിലേക്ക് പോവുകയാണ്. അതിന് നമ്മെ സഹായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 253 മുതലുള്ള തിരുവചനങ്ങളിലാണ്, 251 മുതലുള്ള തിരുവചനങ്ങളിലാണ്. അവിടെയാണ് നമുക്ക് സത്ത എന്താണ്, ഹൈപ്പോസ്റ്റാസിസ് ആളത്വം എന്താണ്, അതുപോലെ ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കാണാൻ സാധിക്കുക. അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ അതിനെതിരെ നമുക്കുണ്ടാകുന്ന ഓരോ സംശയങ്ങളും അതും കൂടി നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിലെ സത്ത എന്ന വാക്കാണ്. നമുക്കറിയാം പരിശുദ്ധ തൃത്വത്തിൽ ഒരു സത്തയേയുള്ളൂ, 3 ആളത്തങ്ങൾ, ഹൈപ്പോസ്റ്റാസിസ്, ഉപസ്ഥിതി, ഹൈപ്പോസ്റ്റാസിസ്, ആളത്തങ്ങൾ ഉണ്ട്. ബന്ധം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി. പിതാവ് പുത്രനിലും പരിശുദ്ധാത്മാവിലും, പുത്രൻ പിതാവിലും പരിശുദ്ധാത്മാവിലും, പരിശുദ്ധാത്മാവ് പിതാവിലും പുത്രനിലും. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ തവണ കപ്പുനിക്കും പിതാവായ നിക്കായിൽ വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം പറഞ്ഞ വാക്യം ഞാൻ എടുത്തു. ഞാൻ ഏകദൈവത്തെ ധ്യാനിക്കുമ്പോൾ 3 ആളത്തങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു, 3 ആളത്തങ്ങളെ ധ്യാനിക്കുമ്പോൾ ഞാൻ ഏകത്വത്തിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് തൃത്വത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ സത്ത എന്താണ്, ഹൈപ്പോസ്റ്റാസിസ് എന്താണ്, സത്തയെ കുറിച്ചുള്ള സംശയങ്ങൾ, ഹൈപ്പോസ്റ്റാസിസിനെ കുറിച്ചുള്ള ആളത്തങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ, ഉപസ്ഥിതിയെ ബന്ധത്തെ കുറിച്ചുള്ള സംശയം, ഇത് 3ലേക്ക് നമ്മൾ സാവധാനം കടന്നു ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് പരിശുദ്ധ തൃത്വത്തിന്റെ സത്ത എന്ന് പറയുന്നത്? സത്ത എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് ആപ്പിളിന്റെ സത്ത എന്ന് പറഞ്ഞാൽ ആപ്പിൾ ജ്യൂസാണ് എന്ന് നമ്മൾ വിചാരിക്കും. നാരങ്ങയുടെ സത്ത എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ ജ്യൂസാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെയുള്ള സത്ത എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിന്റെ ജ്യൂസ് എന്ന ലെവലിലേ അല്ല. പിന്നെന്താണ് ഇതിൽ പറയുന്നത്? അത് പ്രത്യേകം മനസ്സിലാക്കണം. സത്ത എന്ന് ഉദ്ദേശിക്കുന്നത് അതെന്താണോ അത് ഇതാണ് പ്രത്യേകത. അതാണ് സത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് കാര്യത്തിൽ പറയാം. ഇപ്പോ ഞാൻ ഒരു മനുഷ്യനാണ്, അപ്പൊ എൻ്റെ സത്ത ഏതാ? മനുഷ്യത്വം. അപ്പൊ ഇനി കുറച്ചും കൂടി ഉള്ളിലേക്ക് എൻ്റെ സത്തയെ കുറിച്ച് പറയാൻ പോയാ, ഞാനൊരു പുരുഷനാണ്, അപ്പൊ എൻ്റെ സത്ത ഏതാ? പുരുഷത്വം. ഇപ്പൊ സ്ത്രീയാണ്, പുരുഷനാണ്. അപ്പൊ ഞാൻ മനുഷ്യൻ എന്നതിന് അപ്പുറത്തേക്ക് ഒരു പുരുഷനും കൂടിയാണ് എന്നുള്ള സത്ത എൻ്റെ ഉള്ളിൽ പറയുകയാണ്. ഇനി മറ്റൊരു വിശേഷം കൂടി സത്തയിലേക്ക് പറയുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ സത്ത എന്നോട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആരാണ്? ഞാൻ ജിൻഡോ ആണ്. അപ്പൊ കുറെ ജിൻഡോമാരുണ്ടാകാം, കുറെ പുരുഷന്മാരുണ്ടാകാം, കുറെ മനുഷ്യന്മാരുണ്ടാകാം. പക്ഷെ ഇവർക്കാർക്കും ഈ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഈ സത്തയിലെ അംഗത്വമില്ല. ഇവിടെ ഞാൻ എന്താണോ അതാണ് ഞാൻ. മനുഷ്യനാണ്, പുരുഷനാണ്, ജിൻഡോ ആണ്, അതിനൊക്കെ ഉപരി എൻ്റെ ഉള്ളിലുള്ള ജിൻഡോനെസ്, ഞാൻ എന്താണോ അത് മാത്രമാണ് ഞാൻ. ഞാനാകുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. ഒരു മനുഷ്യനും കഴിയില്ല, ഞാനാകാൻ ഒരു പുരുഷനും കഴിയില്ല. ഞാൻ എന്താണോ അത് ഞാനാണ്. അപ്പൊ ഇവിടെ എൻ്റെ സത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ പേരിടെയാണ് ജിൻഡോനെസ്. എൻ്റെ സത്ത എൻ്റേത് മാത്രം, മറ്റാർക്കും ഒരു പങ്കു ചേരാൻ പറ്റൂല. അപ്പൊ എൻ്റെ സത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ആരുമില്ല. ഇപ്പൊ ഇതാണ് സത്ത എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സത്ത എന്ന് പറഞ്ഞാൽ, ദൈവിക ഉണ്മ എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ ആ ദൈവം. അങ്ങനെ എത്ര ദൈവമുണ്ട്? ഒറ്റ ദൈവമേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവിക ഉണ്മ ഒന്നേ ഉള്ളൂ, ഒരു ദൈവിക ഉണ്മ. ആ ദൈവിക ഉണ്മയില് വേറെ ദൈവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സത്ത പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ സമയം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു സത്തയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഒരു സത്തയുടെ ഒരു ഭാഗം പിതാവ്, നടുഭാഗം പുത്രൻ, വേറൊരു ഭാഗം പരിശുദ്ധാത്മാവ്, ഇങ്ങനെയാണോ ചോദിക്കുക? ഒരിക്കലും സത്തയെ വിഭജിക്കാൻ സാധിക്കില്ല. കാരണം സത്തയെ വിഭജിച്ചു കഴിഞ്ഞാൽ
മരിച്ചുപോയി എന്നർത്ഥം. അപ്പൊ ജിൻഡോ എന്ന വ്യക്തിയെ വിഭജിക്കാൻ പറ്റുമോ? മുറിച്ചെടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ മരിച്ചു പോവുക ചെയ്യുക, അല്ലാണ്ട് ഞാൻ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ ദൈവിക ഉണ്മയെ വിഭജിക്കാൻ സാധ്യമല്ല. ഒരു കഷ്ണം പിതാവിന്, നടുക്ക കഷ്ണം പുത്രന്, മൂന്നാമതൊരു കഷ്ണം പരിശുദ്ധാത്മാവിന് എന്ന രീതിയിൽ സത്തയെ വിഭജിക്കാൻ സാധ്യമല്ല. ചിലര് പറയും വലിയ ദൈവം പിതാവ്, യേശു ഒരു പുത്രൻ, കുട്ടി ദൈവം, പരിശുദ്ധാത്മാവ് അതിനും ചെറിയ ദൈവം. അപ്പോൾ സത്തയില് 3 സത്ത ഉണ്ടെന്ന് പറയുക, 3 ഏറ്റക്കുറച്ചിലുള്ള സത്യം എന്ന് പറയുക. അപ്പൊ ഇതുമല്ല സത്ത. സത്ത എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ ആ ദൈവം, അതാണ് സത്ത. അപ്പൊ എത്ര ദൈവമുണ്ട്? ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ഏക ദൈവം എന്താണോ അതാണ് ആ ദൈവം, അതൊന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് സത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വ്യക്തമായി ഇത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിന് പുറകെ ഞാൻ ഹെരസികൾ പറയാം. അപ്പൊ ഞാൻ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് പറയാം. അടുത്തത് ഉപസ്ഥിതി അഥവാ ഹൈപ്പോസ്റ്റാസിസ് അഥവാ ആളത്വം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളുകളിൽ ഒരേ ഒരു ദൈവിക ഉണ്മ വസിക്കുകയാണ്. അതായത് ഒരേ ഒരു ദൈവിക ഉണ്മയേ ഉള്ളൂ, ഡിവിനിറ്റിയേ ഉള്ളൂ, ദൈവത്വം എന്ന സത്തയേ ഉള്ളൂ. ആ സത്ത 3 ആളുകളിൽ വസിക്കുകയാണ്, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും. അപ്പോൾ പിതാവില് ദൈവിക ഉണ്മയുടെ എത്ര ശതമാനം വസിക്കും? അങ്ങനൊരു ചോദ്യമേ ഇല്ല. കാരണം എന്താണ്? ദൈവിക ഉണ്മയെ അങ്ങനെ ശതമാനക്കണക്കായിട്ട് വിഭജിക്കാൻ പറ്റൂല. ദൈവിക ഉണ്മ പിതാവിലുണ്ട്, ദൈവിക ഉണ്മ പുത്രനിലുണ്ട്, ദൈവിക ഉണ്മ പരിശുദ്ധാത്മാവിലുണ്ട്. അത് അതിൽ പൂർണ്ണതയിലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. ഞാൻ ഒരു മനുഷ്യനാണ്, ഞാൻ 3 ശരീരത്തിലായാൽ എങ്ങനെ ഇരിക്കും എന്നൊരു 3 ദൈവം 3 അരൂപികളായതുപോലെ ഞാൻ 3 ശരീരത്തിലാണെങ്കിലോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുന്നത്. അപ്പോൾ എൻ്റെ ഓരോ ശരീരത്തിലും വസിക്കുന്നത് ഞാനാണ്, ഞാൻ പൂർണ്ണതയിലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപമ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഉപമ, ഞാനിവിടെ ആയിരിക്കുന്നു, ഞാൻ ജോലി സ്ഥലത്ത് പോയി ഫയലുകൾ നോക്കുന്നു, ഒപ്പിടുന്നു, ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു. 3 സ്ഥലത്തും എൻ്റെ 3 ശരീരങ്ങൾ, 3ലും വസിക്കുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ ഈ ഉദാഹരണത്തിന് പറയുകയാണ്, എൻ്റെ ജോലി സ്ഥലത്ത് ഒപ്പിടുന്ന ആ ശരീരം എൻ്റെ ഡൂപ്പാണോ അതോ ഞാൻ തന്നെയാണോ? അവിടെ ഒഫീഷ്യൽ ഫയലിൽ ഒപ്പിടേണ്ടത് ഞാൻ തന്നെ ആകണ്ടേ? അപ്പോൾ അവിടെ ഞാൻ തന്നെ പോകണം. എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് എനിക്ക് വേറൊരു ഡൂപ്പിനെ പറഞ്ഞയക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, ഞാൻ തന്നെ പോകണം. നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടത് ഞാൻ തന്നെയാകണം. അങ്ങനെ ഒരേ സമയം 3 സ്ഥലത്തിൻ്റെ 3 ശരീരങ്ങളിൽ പൂർണ്ണമായി ഞാൻ തന്നെ വസിക്കുന്നത്. ഇതൊരു ഉപമയായിട്ട് എടുത്തതാണ്, മനസ്സിലാക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ ദൈവം പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും 3 ആളുകളിൽ ആയിരിക്കുകയാണ്. അപ്പൊ ഈ 3 ആളുകളെ തിരിച്ചറിയണം, ഒന്നിൽ നിന്ന് മറ്റൊന്ന് തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയും? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉപമ എടുക്കുകയാണ്. ഞാനിവിടെ ആയിരിക്കുന്നു, എന്നിൽ നിന്ന് ഒരു ജിൻഡോ എന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എൻ്റെ ഈ ശരീരത്തോടു കൂടെയുള്ള അതുപോലെ തന്നെയുള്ള ഒരു ജിൻഡോ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഞാനൊരു രണ്ടാമത്തെ എൻ്റെ ശരീരത്തെ കാണുകയാണ്. ഈ കാണുമ്പോൾ ശ്രദ്ധിക്കണേ, എന്നിൽ നിന്ന് പുറത്തു വന്ന ഈ ഒരു ശരീരം, എന്നിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ ശരീരം എങ്ങനെ ഇരിക്കും? എന്നെ പോലെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസമില്ല. എൻ്റെ നിന്ന് പുറത്തു വന്ന ഈ ശരീരം എന്നെ പോലെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസവുമില്ല, ഞാൻ പോലെ തന്നെ. അപ്പോ എന്നെ പോലെ ഇരിക്കുന്ന ഈ ശരീരം എന്നിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. അപ്പൊ ഇതെങ്ങനെ തിരിച്ചറിയാം? രണ്ടും ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്, എങ്ങനെ തിരിച്ചറിയാം? തിരിച്ചറിയാൻ ഒരു അടയാളമേ ഉള്ളൂ. ഒന്ന്, ഇവിടെ ഉണ്ടായിരുന്ന ശരീരമാണ്, മറ്റേത് ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ശരീരമാണ്. ഇത്രയേ ഉള്ളൂ. രണ്ടും കാണുമ്പോൾ എൻ്റെ ശരീരം ഒരേപോലെ ഇരിക്കുക, പക്ഷെ ഒരു ശരീരം ഇവിടെ ഉണ്ടായിരുന്നതാണ്, മറ്റേ ശരീരം എൻ്റെ ഈ ശരീരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. അപ്പൊ ഈ രണ്ടാമത്തെ ശരീരം എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, എൻ്റെ ഈ ഒന്നാമത്തെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ രണ്ടാം ശരീരം പുറത്തേക്ക് വന്നിരിക്കുന്നു. പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ആ ശരീരം ഉണ്ടായിരുന്നത് എൻ്റെ ഈ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നു.
ക്ലിയർ ആയെന്ന് കരുതുക. എൻ്റെ ശരീരം എവിടെയുണ്ട്? എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ ശരീരം കൂടി ഉണ്ടായിരുന്നു. ആ ശരീരം പുറത്തേക്ക് വന്നു, കാണുമ്പോൾ ഒരേപോലെയാണ്. അപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നു, ഉള്ളിലുണ്ടായിരുന്നു, പുറത്തേക്ക് വന്നു, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത ചോദ്യം, ഇതെങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിഞ്ഞപ്പോൾ ഇത് ആദ്യം ഉണ്ടായിരുന്ന ശരീരം പുറത്തേക്ക് വന്നത് ഇതിൽ നിന്ന് ജനിച്ച ശരീരം. ഞാൻ എൻ്റെ മനുഷ്യൻ എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഇത് പറയുന്നത്. അപ്പം എന്നിൽ നിന്ന് ജനിച്ച ശരീരം, എന്നിൽ നിന്ന് പുറത്തേക്ക് വരിക. ഈ ജനിക്കുകയും സൃഷ്ടിക്കുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ജനിക്കുക, സൃഷ്ടിക്കുക? രണ്ട് പദം വ്യത്യാസം. സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് സൃഷ്ടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ എന്നിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ ശരീരം മുമ്പ് ഉണ്ടായിരുന്നു, എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് കുഞ്ഞ് ജനിച്ചു. ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായിരുന്നു, പുറത്തേക്ക് വന്നേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായിരുന്നു, അതാണ് ജനിക്കുക. മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷേ പുറത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പൊ എന്നിൽ നിന്ന് രണ്ടാമത്തെ ശരീരം ജനിക്കുകയാണ് ചെയ്തത്. അപ്പൊ ജനിച്ച ശരീരം ഇത്, ജനിപ്പിച്ച ശരീരം ഇത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുതുന്നു. ഇത് ജനിപ്പിച്ച ശരീരം, ഇതിൽ നിന്ന് ജനിച്ച ശരീരം രണ്ടാമത് വന്നിരിക്കുന്നു. രണ്ടും കാണുമ്പോൾ ഒരേപോലെ. എന്നിട്ട് ജനിച്ച ശരീരം എങ്ങോട്ട് പോയി? എൻ്റെ ഓഫീസ് സ്ഥലത്തേക്ക് പോവുകയാണ്. ജനിപ്പിച്ച ശരീരം ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഞാനിത് തൃത്വത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഈ പറഞ്ഞൊരു എക്സാമ്പിള് നിങ്ങൾ മെല്ലെ തൃത്വത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എന്താണ് തൃത്വത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? ദൈവം, ഏകദൈവം ഉണ്ടായിരിക്കുന്നു. ദൈവം ഉണ്ട്, അനാദിയിലേ ഉണ്ട്. അനാദിയിലെ ഉള്ള ദൈവത്തിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു. പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അപ്പൻ കുട്ടിയും തമ്മിലുള്ള ബന്ധം പോലെ അല്ല. ഇവിടെ ജനിച്ചു എന്ന സവിശേഷത ഉള്ളത് കൊണ്ട് മാത്രമാണ് പുത്രൻ എന്ന പദം പറയുന്നത്. അപ്പൊ ആദ്യമേ അനാദിയിലെ പുത്രൻ എന്ന പദമൊന്നും പിതാവും പുത്രനും തമ്മിൽ പറയുകയല്ല. അത് ശരിക്കും പറയുകയാണെങ്കിൽ യേശുക്രിസ്തു പുത്രന് പിതാവായി ദൈവത്തെ ആവാ പിതാവ് എന്ന് വിളിക്കുമ്പോഴാണ് ആ ഒരു അപ്പൻ മകൻ ബന്ധം സുവിശേഷത്തിൽ വരുന്നത്. അപ്പൊ യഥാർത്ഥത്തില് പുത്രൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പിതാവിൽ നിന്ന് ജനിച്ചതായതുകൊണ്ടാണ്. അതായത് പിതാവ് സൃഷ്ടിച്ചതല്ല പുത്രൻ തമ്പുരാനെ, പിതാവിൽ നിന്ന് പുറത്തേക്ക് വന്ന ജനിച്ച രണ്ടാമത്തെ ആളാണ് പുത്രൻ തമ്പുരാൻ. അതെപ്പോ സംഭവിച്ചു? അനാദിയിലെ സംഭവിച്ചു. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യം വായിക്കുന്ന വാക്യമുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവം എന്താണ് ആദ്യം സൃഷ്ടിച്ചത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദൈവം എന്താണ് ആദ്യം സൃഷ്ടിച്ചത്? അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഒറ്റ വചനം ഞാൻ പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയെങ്കിൽ ദൈവം ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത് എന്താണ്? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട്. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വചനത്തിലൂടെയാണ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത്. ഓക്കെ, ഉണ്ടാകട്ടെ എന്നൊരു വചനം പറയുന്നു. അല്ല ബ്രദറെ, ഞാൻ ചോദിക്കുന്നത് ഒറ്റ വരി, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതിൽ ഏതാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്? സമയം, കാലം, കാലം, സമയം, അതായത് ആദി. അതാണ് പോയിന്റ്, ആദി. അപ്പൊ ആദിക്ക് മുമ്പുള്ളത് എന്തോ അതാണ് അനാദിയിലുള്ളത്, അതാണ് ദൈവം. ആദിയിൽ ആയപ്പോഴാണ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത്. അപ്പൊ ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് സമയമാണ്, ആദി. ദൈവം ആദിക്ക് മുമ്പേ ഉണ്ട്, അതുകൊണ്ടാണ് അനാദിയിൽ ദൈവമുണ്ട് എന്ന് പറയുന്നത്. പിന്നെയാണ് ആകാശം എന്ന് പറഞ്ഞ സ്വർഗം, ഭൂമി എന്ന് പറഞ്ഞ ദൃശ്യലോകം, ദൃശ്യവും അദൃശ്യവുമായ എന്നാണ് നമ്മൾ വിശ്വാസപ്രമാണത്തിൽ പറയുക. അപ്പൊ ഇത് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താണ്? ആദി, സമയം. സമയം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതല്ല, അനാദിയിലുള്ളതാണ്, നിത്യമാണ്. ആദിയിലുള്ളതാണ്, സമയം തുടങ്ങിയതിന് ശേഷമാണ് നശ്വരതയുള്ളത്. സമയത്തിന് മുമ്പുള്ളത് ഒന്നിനും സമയം ബാധകമല്ല. അപ്പൊ അതിലെന്തുണ്ട്? നശ്വരതയില്ല, അനശ്വരതയാണ്. അപ്പോൾ അനാദിയിൽ എന്തുണ്ടോ അതെല്ലാം നിത്യമാണ്.
അതെല്ലാം ആൽഫ ആൻഡ് ഒമേഗയാണ്. ആൽഫ എന്ന് പറഞ്ഞ ഗ്രീക്ക് ഭാഷയിലെ ആദ്യത്തെ ലെറ്ററും ഇനി ഒമേഗ എന്ന് പറഞ്ഞ അവസാനത്തെ ലെറ്ററാണ് സെഡ്, എ ടു സെഡ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആൽഫ ആൻഡ് ഒമേഗ, ആൽഫയും ഒമേഗയുമാണ് ഞാൻ എന്ന് ദൈവം പറഞ്ഞതിനർത്ഥം ആദ്യവും അന്തവും ഞാനാകുന്നു. അതായത് സമയം എന്നിൽ നിന്ന് പുറപ്പെടുന്നു, എന്നിലൊന്ന് അവസാനിക്കുന്നു. സമയത്തിന് പുറത്തുള്ളതാണ് ദൈവം. അങ്ങനെ പറയാൻ കഴിയുന്നത് ദൈവമായത് എന്തോ അതിനാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമയമുണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവരാണ്. അപ്പോൾ പിതാവിന് പുത്രൻ ജനിച്ചത് എപ്പോഴാ? എപ്പോഴാ എന്ന വാക്ക് തന്നെ സമയത്തെ സൂചിപ്പിക്കുന്നു. സമയത്തിനും അപ്പുറമാണ്, സമയം ബാധകമല്ലാത്തവരാണ് പിതാവും പുത്രനും. അതുകൊണ്ട് പിതാവിന്റെ പുത്രൻ ജനിച്ച സമയം ഇല്ല, അങ്ങനെ ചോദ്യമേ പ്രസക്തമല്ല. പിതാവ് എപ്പോഴുണ്ടോ അപ്പോൾ പുത്രനുമുണ്ട്. പിതാവിന്റെ പുത്രൻ എപ്പോഴാണ് ജനിച്ചത്, എപ്പോൾ എന്ന ചോദ്യത്തിന് ആൻസർ ഇല്ല. മുമ്പ്, എപ്പോൾ, ശേഷം, ഇതൊക്കെ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും ദൈവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ ആദിയിൽ എന്ന് പറഞ്ഞാൽ അനാദിയിൽ, അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന വാക്കാണ്. യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും. ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം, വിശ്വാസ പ്രമാണത്തിലുള്ള കാര്യമാണ് പുത്രനെ പറ്റി പറയുന്നത്. യുഗങ്ങൾക്കെല്ലാം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമുണ്ടാകുന്നതിന് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് എപ്പോഴുണ്ട് അപ്പോൾ പുത്രനുണ്ട്, പിതാവിൽ നിന്ന് പുറത്തേക്ക് വന്നേ ഉള്ളൂ. സൃഷ്ടിക്കപ്പെടാത്തവൻ എന്ന് പറഞ്ഞാൽ പുത്രൻ തമ്പുരാന് തുടക്കമില്ല. അതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു പറയുന്ന കാര്യം. അപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുകയാണ് സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ, അപ്പൊ ദൈവത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പിതാവെ എന്ന് വിളിക്കുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ത് സംഭവിക്കുക? പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കണക്ഷൻ. പിതാവുണ്ട്, പിതാവിനെ തൃത്വൈക ദൈവത്തെ നമ്മൾ പിതാവിനെ വിളിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു. ജനിക്കുമ്പോൾ പിതാവിനും പുത്രനും തമ്മിലുള്ള വയസ്സ് വ്യത്യാസം എത്രയാ? പ്രായ വ്യത്യാസമില്ല, കാരണം സമയമില്ല. പിതാവ് പുത്രൻ ജനിച്ചപ്പോഴാണ് പിതാവ് ആകുന്നത്. പിതാവിന് പുത്രൻ ജനിച്ചപ്പോഴാണ് പിതാവ് ആകുന്നത്, പുത്രനാകുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താണുള്ളത്? ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവം നമ്മൾ പിതാവെന്ന് വിളിക്കുന്നു. ആ പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുമ്പോഴാണ് പിതാവാകുന്നത്, പുത്രനാകുന്നത്. പുത്രനെ സംബന്ധിച്ചിടത്തോളം പിതാവാകുന്നത്, പുത്രനാകുന്നത്. ഇതാണ് രണ്ടാമത്തെ ഹൈപ്പോസ്റ്റാസിസ്. ഇനി ഞാനിതിന് മറ്റൊരു ബൈബിൾ വെച്ച് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒളിപ്പിച്ചു വെച്ച ഉൽപ്പത്തിയിൽ ഒളിപ്പിച്ച ഒരു രഹസ്യം വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. അത് ഇപ്രകാരമാണ്. ഈ പരിശുദ്ധ തൃത്വം ദൈവം മനുഷ്യനിൽ പ്രതിഫലിപ്പിക്കുക, മനുഷ്യ സൃഷ്ടിയിൽ, വിവാഹത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ്. ഇപ്പൊ രണ്ട് സ്ഥലത്ത് ആ ഉൽപ്പത്തിയിൽ, ഒന്ന് മനുഷ്യ സൃഷ്ടിയിൽ, രണ്ട് വിവാഹത്തിൽ. എന്താണ് വിവാഹത്തിൽ? ബൈബിൾ എങ്ങനെ പറയുന്നത്? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാണോ സ്ത്രീയെയാണോ? ഉത്തരം പറഞ്ഞു നോക്കി. പുരുഷനെയാണോ സ്ത്രീയെയാണോ? മനുഷ്യനെ. അപ്പൊ ദൈവം ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയുമല്ല സ്ത്രീയെയുമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നേ പറയുന്നുള്ളൂ ബൈബിളിൽ. നോക്കി കഴിഞ്ഞാൽ കാണാം, മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യന്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ രൂപപ്പെടുത്തി. മനുഷ്യരിൽ നിന്ന് സ്ത്രീയെ മാറ്റിയെടുത്തപ്പോൾ ബാക്കിയുള്ള ഭാഗം പുരുഷനായി. അപ്പോൾ നമ്മൾ കരുതുന്നത് ദൈവം ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു, പുരുഷനിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാം. അങ്ങനെയല്ല, ദൈവം ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യനാണ്. മനുഷ്യനിൽ നിന്ന് സ്ത്രീയെ മാറ്റിയപ്പോൾ പുരുഷനായി, സ്ത്രീയായി. അപ്പോൾ ആദ്യം ഉണ്ടായത് സ്ത്രീയാണോ പുരുഷനാണോ? ആദ്യം ഉണ്ടായത് സ്ത്രീയാണോ പുരുഷനാണോ? ആദ്യം ഉണ്ടായത് മനുഷ്യനാണ്. അതിൽ നിന്ന് സ്ത്രീയെ മാറ്റിയപ്പോൾ പുരുഷനായി, സ്ത്രീയായി. അപ്പോൾ അടുത്ത ചോദ്യം, ഇവരിൽ ആരാണ് വലുത്? പുരുഷനാണോ വലുത്, സ്ത്രീയാണോ വലുത്? പുരുഷനും സ്ത്രീയും ഈക്വൽ ആണ്. കാരണം ആദ്യം ഉണ്ടായത് പുരുഷനെന്നല്ല, മനുഷ്യനിൽ നിന്ന് സ്ത്രീയും പുരുഷനും മാറി നിൽക്കുകയാണ്. അപ്പോൾ സ്ത്രീയാകുന്നു, ആദ്യം ഉണ്ടായത് പുരുഷനാകുന്നു.
അപ്പോൾ ഇതിന്റെ ഈക്വാലിറ്റി സെയിം ആണ്, സമത്വമാണ്. ഇത് നമുക്ക് തൃത്വത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ് തൃത്വത്തിന്റെ ഒരു ഭാഗമാണ് കാണിച്ചത്? ദൈവം ഒന്നേയുള്ളൂ, പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു. പുത്രൻ ജനിച്ചപ്പോൾ പുത്രനും പിതാവും സമമാണ്, തുല്യരാണ്. പുത്രൻ വലുതല്ലെങ്കിൽ പിതാവ് വലുതാകുന്നില്ല. പിതാവും പുത്രനും തുല്യരാണ്, സമമാണ്. അതുപോലെ തന്നെ ഒരേ സമയം ഉണ്ട്. ദൈവത്തിൽ നിന്ന് പുത്രൻ മാറിയപ്പോൾ പിതാവ് പിതാവായി, പുത്രൻ പുത്രനായി. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് തിരിച്ചറിയുന്ന അടയാള വാക്യമാണ്, പിതാവാണ് ജനിപ്പിച്ചത്, പുത്രനാണ് ജനിച്ചത്. ഇതാണ് എന്റെ പ്രത്യേകത. പിതാവാണ് ജനിപ്പിച്ചത്, പുത്രനാണ് ജനിച്ചത്. ഇത്രയും ക്ലിയർ ആയി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്ത് കിടക്കുകയാണ്. മൂന്നാമത്തെ ആള് പരിശുദ്ധാത്മാവ്. പിതാവിൽ നിന്ന് പിതാവിന് അതുപോലെ തന്നെ പുത്രൻ ഇറങ്ങി വരികയാണ് ചെയ്തതെങ്കിൽ, അതേപോലെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് യേശു പറയുകയാണ്. പിതാവിന്റെ പ്രതിച്ഛായയാണ് പുത്രൻ. നമ്മൾ പറയാറുണ്ട്, പിതാവിന്റെ പ്രതിച്ഛായയാണ് പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവ് എങ്ങനെയോ അങ്ങനെ തന്നെ പുത്രൻ. എന്നാൽ പരിശുദ്ധാത്മാവിന് പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ്. അതാണ് വിശ്വാസപ്രമാണത്തിൽ പറയുന്നത്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുക എന്ന പദത്തിന്റെ അർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൂര്യനിൽ നിന്ന് പ്രകാശം പുറപ്പെട്ടു. പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂര്യനിൽ നിന്ന് പ്രകാശം പുറപ്പെടുമ്പോൾ സൂര്യപ്രകാശം വ്യാപിക്കും, പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കും. ഇതേപോലെ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുകയാണ്. പുറപ്പെടുന്നത് വ്യാപിക്കാനാണ്. അങ്ങനെ വ്യാപിക്കുന്നത് എവിടെയാണോ അവിടേക്ക് പുത്രൻ ഇറങ്ങി വരുന്നു, പുത്രൻ പ്രവർത്തിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ സൃഷ്ടികർമ്മം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവം സർവ്വവ്യാപിത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവ് സാധനത്തേക്കും വ്യാപിക്കുന്നത്. അപ്പൊ ലോകത്ത് മുഴുവൻ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ എന്ന് ചോദിക്കും. പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇറങ്ങി വന്നു, നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും മേലും ഇങ്ങനെ വരികയാണെന്നാണ്. അപ്പൊ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, നിന്റെ ഉള്ളിൽ വേറെ പരിശുദ്ധാത്മാവ്, അവനിൽ വേറെ പരിശുദ്ധാത്മാവ്, അങ്ങനെ വരുന്നു, ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു എന്ന ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം ആ പരിശുദ്ധാത്മാവിലേക്ക് നാം അങ്ങോട്ട് കടന്നു ചെല്ലുന്നു, ഒന്നായി തീരുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഞാൻ പ്രവേശിക്കുക, അഥവാ ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒന്നാക്കപ്പെടുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൽ. അതായത് പരിശുദ്ധാത്മാവ് ഓരോരുത്തരും മേൽ വന്ന് പരിശുദ്ധാത്മാവ് അനേകമായി മാറില്ല ചെയ്യുന്നത്. നാം എല്ലാവരും പരിശുദ്ധാത്മാവിൽ ഒന്നാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുറപ്പെടുക എന്ന പ്രത്യേകതയാണ്. അപ്പൊ സകലയിടത്തേക്കും വ്യാപിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ആളത്തിന്റെ വ്യത്യാസങ്ങൾ കാണിക്കുകയാണ്. പിതാവ് ജനിപ്പിച്ചത്, പുത്രൻ ജനിച്ചത്, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത പുറപ്പെടുന്നത്. പുറപ്പെടുക എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, ഫിലിയോയ്ക്ക് എന്ന വിഷയം പുത്രനിൽ നിന്ന് പുറപ്പെടുന്നില്ലേ? അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു സഭയിൽ. പുത്രനിൽ നിന്ന് പുറപ്പെടുന്നില്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് അനാദിയിൽ പുത്രനിലൂടെ പുറപ്പെടുന്ന കാര്യത്തെയാണ്. അല്ലാതെ പെന്തക്കോസ്തായ്ക്ക് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് യേശുക്രിസ്തു എന്ന മനുഷ്യത്വത്തിൽ നിന്നും കൂടി പുറപ്പെടുന്ന രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. അനാദിയിൽ, അത് ക്രിസ്റ്റോളജി വിഷയമാണ്, അത് ഞാൻ അതിലേക്ക് വരുന്നില്ല. അനാദിയിൽ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണോ പുത്രനിൽ നിന്നാണോ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും കൂടിയിട്ടാണോ? അപ്പൊ ലത്തീൻ സഭ പഠിപ്പിക്കുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന, എന്നാൽ പൗരസ്ത്യ സഭകൾ പഠിപ്പിക്കുന്നത് പിതാവിൽ നിന്നും മാത്രം പുറപ്പെടുന്ന എന്ന അർത്ഥത്തിൽ. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ക്ലാരിഫൈ ചെയ്യാണ്. യഥാർത്ഥത്തിൽ എത്ര ദൈവമുണ്ട്? ഒരു ദൈവമേ ഉള്ളൂ, ഒരു ദൈവിക ഉണ്മയേ ഉള്ളൂ. ആ ദൈവിക ഉണ്മ വസിക്കുന്നത് പിതാവിലും പുത്രനിലാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറയുകയും പുത്രനിൽ നിന്ന് പുറപ്പെടുകയില്ല എന്ന് പറയുകയും ചെയ്താൽ പുത്രന് ദൈവിക ഉണ്മയിൽ പങ്കാളിത്തമില്ല എന്ന അർത്ഥം വരും. ദൈവിക സത്തയിൽ പങ്കാളിത്തമില്ല, പരിശുദ്ധാത്മാവുമായി ബന്ധത്തിൽ പങ്കാളിത്തമില്ല എന്ന അർത്ഥം വരും. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല.
പിതാവിൽ നിന്ന് പുറപ്പെടുന്നതെന്ന് പറയാം, കാരണം പിതാവാണ് എല്ലാത്തിന്റെയും ഉത്ഭവവും ഉറവിടവും. എന്നാൽ പുത്രനിൽ നിന്ന് അല്ല എന്ന് പറയാൻ പാടില്ല, കാരണം പിതാവിന്റെയും പുത്രന്റെയും ദൈവിക സത്ത ഒന്നാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പുത്രനുമായും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുക തത്വത്തില്. അപ്പൊ പുറപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നും എന്ന് പറയേണ്ടതായി വരും. അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പുത്രനിൽ നിന്നും എന്ന് പറഞ്ഞേ തീരൂ, പുത്രനിൽ നിന്നില്ല എന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ അതേസമയം പിതാവിൽ നിന്ന് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവവും ഉറവിടവുമായിരിക്കുന്നത് പിതാവ് തന്നെയാണ്. അപ്പൊ ഇതാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് പറയുന്ന ഫിലിയോക്യു എന്ന് പറയുന്നതിന്റെ വിഷയത്തെ പറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈപ്പോസ്റ്റാസിസ് 3 കാണുകയാണ്. സത്ത കണ്ടു, ഹൈപ്പോസ്റ്റാസിസ് 3 കണ്ടു. ഇനി പെരിക്കോറസിസ് എന്ന സംഭവത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. പിതാവ് പുത്രനിലേക്കും പരിശുദ്ധാത്മാവിലേക്കും, പുത്രൻ പിതാവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും, പരിശുദ്ധാത്മാവ് പിതാവിലേക്കും പുത്രനിലേക്കും എന്നതാണ് ബന്ധം, അഥവാ പെരിക്കോറസിസ്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബന്ധം എന്ന് പറയുമ്പോൾ പിതാവും ഒരു വ്യക്തി, പുത്രൻ വേറൊരു വ്യക്തി, പരിശുദ്ധാത്മാവ് വേറൊരു വ്യക്തി, അവർ ഏകദൈവമായിരിക്കുന്നത് ഇവർ 3 പേരും സ്വയം ദാനം ചെയ്ത് ഒന്നായപ്പോഴാണ് എന്ന് പറഞ്ഞാൽ അത് ത്രിത്വമല്ല, മറിച്ച് സത്തയിലെ ഇവർ ഒന്നാണ്. 3 ആളത്തങ്ങളായി മാറിയതിന് ശേഷം ഈ ആളത്തങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഈ പറയുന്ന പെരിക്കോറസിസ്. അപ്പൊ ത്രിത്വം എന്ന് പറയുന്നത് സത്തയിൽ തന്നെ ഒന്നായതുകൊണ്ടാണ്, ദൈവിക കുടുംബം ഒരെണ്ണമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നത്. അല്ലാതെ ഈ 3 ആളത്തങ്ങളും ഒന്നായി ചേർന്നത് കൊണ്ടല്ല നമ്മൾ ഏകദൈവം എന്ന് പറയുന്നത്. സത്തയിൽ തന്നെ ഏകദൈവമായതുകൊണ്ടാണ് നമ്മൾ ഏകദൈവം എന്ന് വിളിക്കുന്നത്. അതിന് ഹെരസിയെ കുറിച്ച് അടുത്ത പാർട്ട് എടുക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇത്തിരി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഓരോരുത്തർക്കും പറയാം. പിതാവിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ അതായത് പിതാവിൽ നിന്ന് ജനിച്ച് അപ്പൊ തിരിച്ച് പിതാവിലേക്ക് ഒന്നാകുന്നതിന് തടസ്സം ഉണ്ടോ? ഇല്ലില്ല. അതാണ് പെരിക്കോറസിസ് എന്ന് പറയുന്ന ബന്ധം. പിതാവ് പുത്രനിലും പരിശുദ്ധാത്മാവിലുമുണ്ട്, പുത്രൻ പിതാവിലും പരിശുദ്ധാത്മാവിലുമുണ്ട്, പരിശുദ്ധാത്മാവ് പിതാവിലും പുത്രനിലുമുണ്ട്. അപ്പൊ ഇതിങ്ങനെ തനിക്കുള്ളതെല്ലാം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനും കൊടുക്കും. പുത്രൻ എന്ത് ചെയ്യും? തനിക്കുള്ളതെല്ലാം പിതാവിനും പരിശുദ്ധാത്മാവിനും കൊടുക്കും. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? തനിക്കുള്ളതെല്ലാം പിതാവിനും പുത്രനും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 3 ആളത്തങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാലും ഇപ്പോ പിതാവായി ദൈവം ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പിതാവായി ദൈവം ഭൂമിയിലേക്ക് വരില്ല, പുത്രനിലൂടെയാണ് സന്നിഹിതനാകുന്നത്, അല്ലാതെ പിതാവ് നേരിട്ട് വരികില്ല. അപ്പൊ പുത്രനെ കണ്ടു കഴിഞ്ഞാൽ പുത്രനിൽ പിതാവ് ഉണ്ട്. അതുകൊണ്ടാണ് പീലിപ്പോസ് യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? നിന്നോട് കൂടെ ഇത്ര നാൾ ഞാനായിട്ട് നീ എന്നെ പിതാവിനെ അറിയുന്നില്ലേ? ഇതാ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇതല്ലാതെ മറ്റൊരു കണക്ഷൻ പിതാവുമായിട്ട് നമുക്ക് കിട്ടില്ല. നമുക്ക് പുത്രനെയാണ് നമ്മൾ അഭിമുഖമായി കാണുന്നത്. കാരണം പിതാവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുത്രൻ. ആ പുത്രനെ നമ്മൾ അനുഭവിക്കുമ്പോൾ പിതാവിലേക്ക് നമുക്ക് കടന്നു തരാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ആ മലയിലോ ഈ മലയിലോ അല്ല, പിതാവിനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. സത്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്, ആത്മാവ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. പിതാവിനെ ആരാധിക്കണമെങ്കിൽ പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിനെ ആരാധിക്കണം. അതുകൊണ്ടാണ് വഴി സത്യവും ജീവനും ഞാനാവുന്ന എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതായത് പുത്രനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ പിതാവിലേക്ക് എത്തുന്നത്. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം, പിതാവിന് തിരിച്ച് പുത്രനും പരിശുദ്ധാത്മാവിനും എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുത്രൻ എവിടെയുണ്ടോ അവിടെ പിതാവുണ്ട്, പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ പിതാവുണ്ട്. മാറി നിൽക്കാൻ പറ്റില്ല. സെപ്പറേറ്റഡ് വ്യക്തികളല്ല, ആളത്തങ്ങളല്ല. ഇതിങ്ങനെ ആണെങ്കിലും അതിലൂടെ ഈ ട്രിനിറ്റിയുടെ ഭാഗമായി ഇവർ വന്നിരിക്കും, സന്നിഹിതരായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ വരുന്നത് ആളത്തങ്ങളാണ്. ക്ലിയർ ആയിരുന്നു? പിതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പിതാവിനെ നമ്മൾ കാണുന്നില്ല, കാണുന്നത് യേശു ക്രിസ്തു ശരീരത്തിൽ വന്നപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അരൂപിയിൽ നമുക്ക് പ്രത്യക്ഷപ്പെട്ടാൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ തിരുവോസ്തിയിൽ കാണുന്നുണ്ട് യേശുവിനെ.
അതിനേക്കാളുപരി പിതാവിനെ നമ്മൾ അനുഭവിക്കുന്ന പറഞ്ഞാൽ പുത്രനെ അനുഭവിക്കുന്ന എത്രത്തോളം പറ്റുമോ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പിതാവ് നിൽക്കും. ഒരാള് ഒരു ഉദാഹരണം പറയാം. ഈ എംബർ എമ്മാനുവൽ എന്ന് പറയുന്ന പ്രസ്ഥാനം, അവര് പറയുന്നൊരു കാര്യമുണ്ട്. അവര് പറയുകയാണ്, പിതാവ് ഞങ്ങളുടെ ഇടയിൽ വന്നു, പിതാവ് ഞങ്ങളുടെ ഇടയിലുണ്ട്, പിതാവാണ് ഇനി മനുഷ്യനായി ജനിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇമ്പോസിബിളായ കാര്യമാണ്. പിതാവ് എന്ന് പറയുന്ന ട്രിനിറ്റിയിലെ ആളത്വം ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല. പുത്രന് മാത്രമേ വരുള്ളൂ. അപ്പൊ വരുന്നത് പിതാവ് വരികയാണെന്ന് പറഞ്ഞാൽ പിതാവിനെ പുത്രൻ എന്ന് വിളിക്കണം, എന്നിട്ട് പുത്രനെ പിതാവ് എന്ന് വിളിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ആ വരുന്ന ആളത്വം എന്താണ്? അത് പുത്രന്റെ സവിശേഷതയാണ്. പിതാവ് ഒരിക്കലും മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കില്ല. എംബറന്മാർ പറയുന്ന കാര്യമാണ് പിതാവ് അവരുടെ ഇടയിലുണ്ട്, പിതാവ് ജനിച്ചു എന്നൊക്കെ പറയുന്നത് സംഭവം ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ അത് പിതാവല്ല. ഓക്കെ, എത്രയോ വിസ്മയനീയനാണ് നമ്മുടെ ദൈവം എന്ന് ബ്രദറിന്റെ വിസ്മയനീയമായ വാക്കുകൾ കേൾക്കുമ്പോൾ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് തമ്പുരാനെ സ്തുതിക്കുന്നു ജിൻഡോ ബ്രദറിനെ ഓർത്ത്. ബ്രദറെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു സംശയം വന്നത്. പിന്നെ ബ്രദർ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു എന്ത് പൊട്ട സംശയമാണെങ്കിലും ചോദിച്ചോണം എന്ന് പറഞ്ഞിരുന്നത് ആ ഒരു ബലത്തിലാണ് ചോദിക്കുന്നത്. ബ്രദർ പറഞ്ഞു 3 പേരും തുല്യരാണ്, ഒരാൾ ഒന്നിന് മേലെയോ അല്ലെങ്കിൽ താഴെയോ ഒന്നും അല്ല, തുല്യതയുണ്ട്. എങ്കിൽ പോലും നമ്മൾ സുവിശേഷം വായിക്കുമ്പോഴേ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പം എന്റെ മനസ്സിൽ ചെറിയൊരു തോന്നല്, എപ്പോഴും ഈശോയെ കൂടുതൽ പറയുന്നുണ്ടല്ലോ, എപ്പോഴും പിതാവിനെ കൂടുതൽ പറയുന്നുണ്ടല്ലോ, പാവം പരിശുദ്ധാത്മാവിനെ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ. അത് ഈശോയാണെ പോലും വളരെ കുറച്ച് പിതാവിന് പരിശുദ്ധാത്മാവിനെ പറയുന്നുള്ളൂ, പക്ഷെ പിതാവിനെ ഒത്തിരി പറയുന്നുണ്ടല്ലോ. അതെന്തായിരിക്കും ബ്രദറെ? പ്രാർത്ഥന ലിറ്റർജിയിലാണ് ഉദ്ദേശിച്ചത്. അതല്ല, പരിശുദ്ധാത്മാവിൽ പറയുന്നത് കുറവാണെന്ന്. വിശ്വാസ പ്രമാണത്തിന് പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു എന്നൊറ്റ വാക്യേ നമ്മൾ പറയുന്നുള്ളൂ. അതൊന്ന് ലിറ്റർജിയില്. പിന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തില് പിതാവിനെ പറ്റിയ ഈശോ എന്തോരമാ പറയുന്നേ, എന്തോരം സ്നേഹിച്ചാ പറയുന്നേ. പക്ഷെ ആത്മാവിനെ പറ്റി വളരെ ഫ്യൂ വേർഡ്സ്, ഓൺലി എ ഫ്യൂ വേർഡ്സ് ഇൻ ഗോസ്പൽ ഓൾസോ. അതെന്തുകൊണ്ടായിരിക്കും? ഓക്കെ, അതിനുള്ള കാരണം ഇപ്പൊ ഈ ചോദ്യത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്റ്റോളജിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ദൈവവും മനുഷ്യനും തമ്മിലൊരു ബന്ധം കടന്നു വരുന്നത് പുത്രനിലൂടെയാണ്. രക്ഷകൻ പുത്രനാണ്. മനുഷ്യനെ രക്ഷിക്കുന്ന രക്ഷകൻ പുത്രൻ തമ്പുരാനാണ്. കാരണം പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നത് പുത്രനാണ്. പുത്രനായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു. മനുഷ്യാവതാരം ചെയ്തപ്പോൾ നമ്മളിപ്പോൾ സീറോ മലബാർ സഭയിൽ വിശ്വസിക്കുകയാണെങ്കിൽ വ്യക്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. 3 സമയത്ത് നമ്മൾ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള ജപം ചൊല്ലുന്നു. 3 സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സ്ഥലം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുന്നത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പറയുന്നത്. എന്താ കാരണം? യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരെയും പോലെ ദൈവം മനുഷ്യനായതുകൊണ്ട് ആ മനുഷ്യൻ യേശുക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന കൂട്ടായ്മയോട് ചേർന്ന് സകല മനുഷ്യരും സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കൂ. അപ്പൊ നമുക്ക് ദൈവവുമായി ഒരു ബന്ധം കിട്ടി. അപ്പൊ യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് പിതാവായ ദൈവവുമായി ഒരു ബന്ധം കിട്ടുന്നത്. നമ്പർ 2, നമ്മൾ വിളിക്കുന്നത് സ്വർഗ്ഗസ്ഥനായ ജപം ചൊല്ലുന്നത് മുട്ടുകുത്തിയിട്ട് അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങൾ ക്ഷമിക്കണേന്ന് പറയുകയാണ്. നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം രക്ഷാനുഭവത്തിലേക്ക് വരുമ്പോഴാണ് പിന്നെ നമ്മൾ ദൈവമക്കളെന്ന അവകാശത്തിലൂടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്പർ 3, നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് അർത്ഥമാണ്. പെന്തക്കോസ്തായുടെ ആചരണമാണ് വിശുദ്ധ കുർബാനയുടെ നടക്കുക. അതിനുശേഷം അന്ത്യവിധിയോട് ചേർന്നുകൊണ്ട് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളെ പിതാവേ എന്ന് പറയുക. അതായത് പരിശുദ്ധാത്മാവിന്റെ ഒരു മനുഷ്യ വ്യക്തിയിലെ റോള് വരുന്നത് പുത്രൻ ഐക്യപ്പെടുത്തിയതിന് ശേഷമാണ്. അതായത് പിതാവായ ദൈവത്തെ പ്രതിഫലിപ്പിക്കുകയാണ് പുത്രൻ സുവിശേഷങ്ങളിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെ സുവിശേഷങ്ങളിലൂടെ പുത്രൻ പിതാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പുത്രൻ അറിയാം പരിശുദ്ധാത്മാവിനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ ആ സമയത്ത്, ആ ഒരു മൊമെന്റിൽ, സുവിശേഷങ്ങളുടെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ശിഷ്യന്മാർക്ക് ആർക്കും സാധ്യമല്ല. യേശു തന്നെ അത് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ ഉന്നതത്തിന് ശക്തി കിട്ടും.
അപ്പൊ ഇവർക്ക് കിട്ടുന്നത് എന്താ? ദൈവവുമായുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പിതാവുമായൊരു ബന്ധത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ച് ആ ബന്ധം, ആ റൂട്ട് ശരിയാക്കുക, പാപമില്ലാത്ത റൂട്ടിലേക്ക് രക്ഷകന്റെ റോള് ചെയ്യുക. ഈ രക്ഷാകര റോളിന് ശേഷമാണ് കൃപ കടന്നു വരുന്നത്. അതായത് ഈ രക്ഷ യേശു കുരിശിൽ നൽകിയാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ മനുഷ്യന് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിലെത്താൻ മനുഷ്യന് പറ്റുള്ളൂ. അതുവരെ പറ്റില്ല. ഇപ്പൊ നിങ്ങള് കത്തോലിക്കരുടെ മതബോധനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ സാധിക്കും, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇങ്ങനെ പകർന്നപ്പെടുന്നതുകൊണ്ടാണ്. മോശ കഴിഞ്ഞാൽ ജോഷുവ, സാമുവേൽ കഴിഞ്ഞാൽ സാവൂൾ നിന്ന് പരിശുദ്ധാത്മാവ് പോകുമ്പോൾ ദാവീദിൽ വരുന്നു, ഏലിയ കഴിഞ്ഞ് എലീശായിലേക്ക് പകരപ്പെടുന്നു. ഇങ്ങനെ ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് പകരപ്പെടുകയും ചെയ്യുന്നു. ഈ സുവിശേഷത്തിന്റെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ സഹോദരി ചോദിച്ചത് സുവിശേഷത്തിന് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നില്ല, സുവിശേഷത്തിന്റെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആദ്യം കടന്നു വരുന്ന മറിയത്തില്ല. ആ ദൗത്യം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, മറ്റൊന്നൊരു ശക്തി നിന്റെ മേൽ ആവസിക്കും. അങ്ങനെ ആവസിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ പുത്രൻ തമ്പുരാനില്ല ആ ദൗത്യം കടന്നു വരികയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൽ ആ പരിശുദ്ധാത്മാവിന് നിറവ് കടന്നു വരിക. പരിശുദ്ധ കന്യാമറിയം എലിശമ്മയുടെ അടുത്തേക്ക് പോരുമ്പോൾ എലിശമ്മയുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. സ്നാപക യോഹന്നാനിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം പകരപ്പെടുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാൻ തന്റെ റോള് ചെയ്യുകയാണ്. പിന്നെ എന്ത് സംഭവിക്കുന്നു? യേശുവിന് സ്നാനം നൽകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം സ്നാപകനിൽ കുറയുന്നു, യേശുവിൽ വർദ്ധിക്കുന്നു. ആ ദൗത്യത്തെ പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അതാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ പറ്റി പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവോടെ സ്നാപക യോഹന്നാനിൽ കുറഞ്ഞു വരുന്നു, യേശുക്രിസ്തു ദൗത്യം ആരംഭിച്ചു തുടരുന്നു. അതിനുശേഷം സ്നാപക യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെടുന്നു, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എവിടെയുള്ളത്? പിന്നെ പരിശുദ്ധാത്മാവ് അനുഭവിച്ച ഒരേ ഒരു വ്യക്തിയുള്ളൂ, മറിയം, ഈശോയുടെ അമ്മ. അപ്പോൾ ഈശോയുടെ അമ്മയുടെ കൂടെ ആരൊക്കെ ഇരുന്നുവോ, അതുകൊണ്ടാണ് ഇവിടെ വിട്ടു പോകരുതെന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്. മറിയത്തിന് കൂടെ ആരിരുന്നുവോ അവർക്കാണ് പെന്തക്കുസ്തായിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടുന്നത്. അവിടെ മുതലാണ് പരിശുദ്ധാത്മാവ് ഒരേ സമയം സകലരിലും പ്രവർത്തിക്കുന്നത്. അതാണ് പ്രത്യേകത. അപ്പൊ സുവിശേഷങ്ങളിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത്? അത് മനസ്സിലാവില്ല. അപ്പൊ അതിനെ പറ്റിയുള്ള സന്ദേശം പറയുന്നുള്ളൂ. നിങ്ങൾ കാത്തിരിക്കേ, നിങ്ങൾ യേശുക്രിസ്തുവിനെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾക്കൊരു സഹായകൻ അയക്കും, സഹായകൻ സ്വീകരിക്കുവിൻ, അത് നിങ്ങൾ ഉള്ളിലേക്ക് വരാനുള്ളതാണ്, യുഗാന്തി വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകാനുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ ഒരുക്കുന്നുണ്ട്. പക്ഷെ പിതാവിനെ പറ്റി അതല്ല. പിതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. യേശുക്രിസ്തു പിതാവെ എന്ന് വിളിക്കുന്നു, അങ്ങനെ വിളിക്കുവാൻ നമ്മയും പഠിപ്പിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങനെയല്ല, ഒരുക്കാണ്. അവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി അവർ ഒരുക്കി കൊണ്ടുവരിക. ആ ഒരുക്കി കൊണ്ടുവരുന്നതിന്റെ ക്ലൈമാക്സ് ആണ് പെന്തക്കോസ്ത് തിരുനാൾ. അവിടെ മുതൽ അവർ പരിശുദ്ധാത്മാവിൽ അവരെ പ്രവർത്തനം മുഴുവൻ. അപ്പൊ ഇങ്ങനെ 3 ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ട്. പുത്രന് മുമ്പ്, സുവിശേഷ കാലഘട്ടത്തിൽ, പെന്തക്കോസ്തിന് ശേഷം. ഇങ്ങനെ 3 തരത്തിലാണ്. അപ്പോഴാണ് പത്രോസിലേക്ക് പറയുന്നത്, അന്ത്യകാലഘട്ടത്തില് നിങ്ങൾ യുവാക്കന്മാർ പ്രവചിക്കും, നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, സകലരുടെ മേൽ ഞാൻ ആത്മാവിനെ വർഷിക്കും. എന്നാൽ ജോയൽ പ്രവാചകന്റെ പ്രവചനം പൂർത്തിയായി. അപ്പൊ അതുകൊണ്ടാണ് സുവിശേഷങ്ങളില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കുറച്ച് കുറഞ്ഞിട്ട്, എന്നാൽ അപ്പസ്തല പ്രവർത്തനം തൊട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അധികമായി കാണാൻ സാധിക്കുന്നു. ഓക്കെ, നന്ദി. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മള് ബ്രദർ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്ന 3 ആൾക്കാർ, അത് ദൈവത്തിന്റെ 3, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തന്നെയാണോ അതോ ദൂതന്മാരാണോ? ഇത് വിശുദ്ധ ജസ്റ്റിൻ AD 150 ട്രിഫോയുമായുള്ള സംവാദത്തിൽ, ട്രിഫോ എന്ന് പറഞ്ഞ യഹൂദനാണ്, സംവാദത്തിൽ പറഞ്ഞ വിഷയമാണ്. അപ്പൊ ഇവിടെ വിശുദ്ധ ജസ്റ്റിൻ ഇത് പറയാനുള്ള കാരണം എന്താണ്? 3 പേര് അബ്രാഹത്തെ കാണാൻ വരുന്നു. 3 പേര് അബ്രാഹം കർത്താവേ എന്ന് വിളിച്ച് സ്വീകരിക്കുന്നു. ആ 3 പേരിൽ സംസാരിക്കുന്നു. അപ്പൊ ദൈവത്തെ നിങ്ങൾ സ്വീകരിച്ചിരുന്ന രീതിയിൽ അവരും സംസാരിക്കുന്നു. അതിനുശേഷം 2 പേരാണ് ലോത്തിന്റെ അടുത്തേക്ക് പോകുന്നത്, ഒരാള് പോകുന്നില്ല. അപ്പൊ ഇവിടെ ജസ്റ്റിൻ
സഭാപിതാവായ ജസ്റ്റിൻ വെച്ച വാദം ഇത് തൃത്വത്തെ പറ്റി പറയുന്നു. 3 ആളുകളുണ്ട്, എന്നാൽ അവരെ കർത്താവ് എന്ന് മാത്രമാണ്, യജമാനനെ എന്ന് മാത്രമാണ് അബ്രാഹം അഭിസംബോധന ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെ നമ്മൾ ഐക്കണായിട്ട് എടുക്കണം. ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃത്വത്തെ പറ്റി മനസ്സിലാക്കുന്ന ഒരു ഐക്കൺ. ഇപ്പൊ എൻ്റെ പിറകിലുള്ള ചിത്രം അതാണ്. അപ്പൊ ഐക്കണായിട്ട് അതിനെ എടുക്കുകയാണ്. അപ്പൊ അത് ആണോ അല്ലേ എന്നുള്ളതല്ല. അപ്പൊ ട്രിഫോട് വാദിക്കുകയാണ് അത് 3 പേരും ദൂതന്മാരാണ്, ഗബ്രിയേൽ, മിഖായേൽ, റഫയേൽ. എന്നിട്ട് തെളിവ് വയ്ക്കുകയാണ്, സന്ദേശം പറയുകയാണ്, ഗബ്രിയേലിന്റെ റോള് നിനക്കൊരു കുഞ്ഞ് ലഭിക്കും. അത് പറഞ്ഞതിന് ശേഷം ആ ഗബ്രിയേൽ തന്റെ റോളിന് ശേഷം സ്വർഗത്തിലേക്ക് പോയി. ഇനി മറ്റു 2 പേർ, മിഖായേൽ നശിപ്പിക്കാൻ കടന്നു വന്നിരിക്കുന്നു, റഫയേൽ ലോത്തിനെ സംരക്ഷിക്കുവാനും അബ്രാഹത്തിനെ സൗഖ്യമാക്കാനും, പരിച്ഛേദന കഴിഞ്ഞിരിക്കുകയാണ്, സൗഖ്യമാക്കാനും കടന്നു വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ട്രിഫോയുടെ വാദത്തിന് ഇവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് വസ്തുതയാണ്. പക്ഷെ നമ്മെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആര് വന്നു എന്നുള്ളതല്ല, ഈ ഐക്കണിലൂടെ ട്രിനിറ്റിയെ വെളിപ്പെടുത്തി തരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞു, പഴയ നിയമത്തിലെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ തൃത്വത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. തൃത്വം ഇവിടെ ഇങ്ങനെ പറയാമല്ലോ, ഇവിടെ ഇങ്ങനെ കർത്താവ് എന്ന് വിളിച്ചത് 3 ആളുകളുണ്ടല്ലോ എന്ന രീതിയിൽ കണ്ടെത്തുകയാണ്. അപ്പോൾ ആര് വന്നു എന്നതിനേക്കാൾ ഉപരി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം തൃത്വത്തെ കുറിച്ചുള്ള ഒരു ഐക്കൺ അവിടെ രൂപപ്പെട്ടതായി സഭാപിതാവ് ജസ്റ്റിൻ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പ്രാധാന്യമായിട്ടിരിക്കുന്നത്. ഓക്കെ, ജനബ്രദറെ, ഇപ്പൊ ദൈവത്തിന്റെ ആ പെരിക്കോർസസ് ബന്ധം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ യേശു തൃത്വത്തിലെ യേശു ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും പിതാവിന്റെ സന്നിധിയിലെ ഈശോ മാധ്യസ്ഥം അയച്ചു പ്രാർത്ഥിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പുതിയ നിയമത്തിലെ എവിടെയാണ്? അതൊന്ന് പറയാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്രിസ്റ്റോളജിയിലേക്ക് വരണം. അതായത് പുത്രനായ വചനമാകുന്ന പുത്രൻ തമ്പുരാൻ വചനമാകുന്ന ദൈവം തന്റെ ദൈവത്തിന്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യാവതാരം ചെയ്യുകയാണ്. എന്നിട്ട് ഭൂമിയിൽ പച്ച മനുഷ്യനായിട്ട് ജീവിച്ച് കാണിച്ചു തരികയാണ്. ഇങ്ങനെ ജീവിച്ച് കാണിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തുകയാണ്. നോക്കൂ, ഭൂമിയിൽ ഒരു പച്ച മനുഷ്യൻ ഇതാ പരിശുദ്ധനായി ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തെയും ഭൂമിയെയും, ഭൂമിയിൽ പാപമുള്ളതാണെങ്കിലും ഇവിടെ ഒരു പരിശുദ്ധനായ ഒരു മനുഷ്യനുണ്ട്, യേശു ക്രിസ്തു. ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ആ മനുഷ്യൻ എന്ന നിലയിൽ സ്വർഗത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കും. അതുകൊണ്ട് സ്വർഗത്തെയും ഭൂമിയെയും നിരപ്പാക്കാം, ഒന്നിപ്പിക്കാം. ആ ഒരു മനുഷ്യത്വത്തിലാണ് ഈ മധ്യസ്ഥ പ്രവർത്തനം നടക്കുന്നത്. പുത്രൻ തമ്പുരാൻ ഭൂമിയെ സ്വർഗത്തോട് ഒന്നിപ്പിക്കാൻ വേണ്ടി മനുഷ്യനായി കടന്നു വന്നു. അപ്പോൾ മനുഷ്യാവതാരം എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ദാസനാകുന്ന പ്രക്രിയയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കർത്താവിന്റെ ദാസനാണ് യേശു ക്രിസ്തു എന്ന അപ്പോസ്തല പ്രവർത്തനം പറയുന്നത്. അവിടെയാണ് ദൈവമായ സമ്മാനം നേരത്തെ നമ്മൾ കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. ഫിലിപ്പി 2:8 കെനോസിസ്. അതാണ് സംഭവിക്കുന്നത് അവിടെ. അങ്ങനെയാണ്. അതിന്റെ ഫലത്തിൽ ആ മനുഷ്യൻ പറയുകയാണ്, ആ മനുഷ്യനായ യേശു ക്രിസ്തു സ്വർഗത്തെയും ഭൂമിയെയും അനുരഞ്ജിപ്പിച്ചു, നിരപ്പാക്കി. ശരിയായ വാക്ക് നിരപ്പാക്കി എന്നാണ് ഗ്രീക്ക് ബൈബിളിലൊക്കെ കാണാം. അതിനെ ശരിക്കും പെന്തക്കോസ്ത് സത്യവേദ പുസ്തകത്തിൽ നിരപ്പാക്കി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. നമ്മുടെ POC ബൈബിളിൽ തന്നെ അനുരഞ്ജിപ്പിച്ചു എന്ന പദം ഉപയോഗിക്കാം. സ്വർഗത്തെയും ഭൂമിയും ഒരേ തട്ടിലാക്കി, ഒരേപോലെ. കാരണം സ്വർഗത്തിന്റെ മുമ്പിൽ ഭൂമിക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കും. കാരണം അവിടെ ഒരു പരിഹാരമുണ്ട്, യേശുക്രിസ്തുവിന്റെ പരിഹാരമുണ്ട്. കാരണം അവിടെ ഒരു മനുഷ്യനുണ്ട്, പരിശുദ്ധനായവൻ. അതുകൊണ്ട് ഭൂമിക്ക് അങ്ങനെ പരിശുദ്ധി കടന്നു വന്നിരിക്കുന്നു സ്വർഗത്തോളം എന്ന രീതിയിൽ നിരപ്പാക്കി. ആ നിരപ്പാക്കാൻ ആർക്കേ സാധിക്കൂ? മധ്യസ്ഥന് മാത്രമേ സാധിക്കുള്ളൂ. ആ ഒരേ ഒരു മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ഏക രക്ഷകനാണ്. അതുകൊണ്ടാണ് യേശു ഏക മധ്യസ്ഥനാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അത് മനുഷ്യത്വത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ നമുക്ക് മധ്യസ്ഥന്മാരുണ്ടല്ലോ, അവരെല്ലാം പുണ്യന്മാരുടെ ഐക്യത്തിലുള്ളതാണ്. സ്വർഗത്തെയും ഭൂമിയെയും നിരപ്പാക്കുന്ന മധ്യസ്ഥം യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഇപ്പോ മീഡിയാട്രിക്സ് എന്ന പദം മറിയത്തെ പറയാൻ പാടില്ല, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്ന സഭയുടെ പ്രബോധനം ഇപ്പൊ അടുത്ത് വന്നത്. കാരണം മധ്യസ്ഥം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തെയും ഭൂമിയെയും നിരപ്പാക്കുക എന്ന അർത്ഥത്തിലാണ്. അത് യേശുവിന് മാത്രമേ സാധിക്കൂ. എന്നാൽ
പുണ്യന്മാർ ഐക്യം എന്ന രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ എല്ലാ വിശുദ്ധന്മാർക്കും പറ്റും. അവിടെ ട്രിനിറ്റിയുടെ ആസ്പെക്റ്റിലല്ല, ക്രിസ്റ്റോദിൻ ആസ്പെക്റ്റ് എത്തുമ്പോഴാണ് ഡിറ്റോമർ ചോദിച്ച ആ ചോദ്യത്തിന്റെ ആൻസർ കടന്നു വരുന്നത്. പിതാവിന്റെ അടുത്ത് എന്തുകൊണ്ട് പുത്രൻ വിലാപങ്ങളോടും കണ്ണീരോടും കൂടെ മധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പുത്രൻ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനായിക്കൊണ്ട് നമ്മെ പിതാവുമായി ഒന്നിപ്പിക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് ആ മധ്യസ്ഥ പ്രാർത്ഥന കടന്നു വരുന്നത്. അപ്പൊ അതിന് മുമ്പായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനമാകുന്ന പുത്രൻ തമ്പുരാൻ എന്ന നിലയിലാണെങ്കിൽ ഈ ഒരു ആവശ്യം അവിടെ കടന്നു വരുന്നില്ല. ഓക്കെ 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 ബ്രദർ, കണ്ടിന്യൂ സർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? കുർബാനയില് ഈ ത്രിത്വത്തിന്റെ അംഗമോ ഉണ്ടോ, ഈശോ മാത്രമേ ഉള്ളൂ? ജോമോ ബ്രദറെ വോയിസ് ക്ലിയർ അല്ല. ജോമോ ബ്രദറെ വോയിസ് ക്ലിയർ അല്ല. പരിശുദ്ധ കുർബാനയില് ഈശോയുടെ സാന്നിധ്യം മാത്രമാണോ ഉള്ളത്, പരിശുദ്ധാത്മാവിന്റെയും പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളൂ? പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിൽ ഭൂരിഭാഗവും പിതാവായ ദൈവത്തോട് പുത്രനും പരിശുദ്ധാത്മാവിനും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇപ്പൊ നമ്മൾ കർത്താവായ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം പരിശുദ്ധ തൃത്വത്തെയാണ്. അതിന്റെ അവസാനം പിതാവ് വിശുദ്ധ കുർബാനയിലുള്ള സാന്നിധ്യം, വിശുദ്ധ കുർബാനയിൽ സാന്നിധ്യല്ലേ വിശുദ്ധ കുർബാനയിലെ സാന്നിധ്യം? ഞാൻ പറയാം. ചോദ്യം കേട്ടില്ലായിരുന്നു. അത് എന്റെ മാത്രം പ്രശ്നമാണോ? എനിക്ക് കേട്ടില്ലായിരുന്നു ആ ചോദ്യം എന്താണ്. ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. ചോദ്യം പ്രശ്നം തോന്നുന്നു. ഞാൻ മനസ്സിലാക്കിയത് പറയാം. അതായത് വിശുദ്ധ കുർബാനയിൽ പിതാവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പറയുന്നില്ല, പുത്രനെ മാത്രമേ പറയുന്നുള്ളൂ. വിശുദ്ധ കുർബാനയിൽ അപ്പം വീഞ്ഞൊക്കെ എടുക്കുമ്പോൾ പിതാവിനെ അതല്ല ഞാൻ ചോദിച്ച അതല്ല ബ്രദറെ. ഞാൻ ചോദിക്കുന്നത് വിശുദ്ധ കുർബാന, അതായത് തിരുവോസ്തി, ആ തിരുവോസ്തിയിലുള്ള സാന്നിധ്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിത്വ സംഗമമാണോ, ഈശോ മാത്രമാണോ? അപ്പത്തിലും വീഞ്ഞിലും അല്ലേ? അപ്പത്തിലും വീഞ്ഞിലും. ഓക്കെ. അപ്പത്തിലും വീഞ്ഞിലും ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമായും യഥാർത്ഥപരമായും സത്താപരമായും യേശുക്രിസ്തു മുഴുവൻ തന്നെയാകുന്നു. അതാണ് അപ്പത്തിലും വീഞ്ഞിലും നമ്മൾ പറയുക. അപ്പത്തില് ആരായിരിക്കുന്നു? സത്യമായും യഥാർത്ഥപരമായും സത്താപരമായും യേശുക്രിസ്തു മുഴുവൻ തന്നെയാകുന്നു. അപ്പത്തിലും വീഞ്ഞിലും അതാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയാണ് നമ്മെ ദൈവത്തിന്റെ ഡിവിനിറ്റിയിലേക്ക് അടുപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ കുരിശിൽ ചിന്തിയ യേശുവിന്റെ തിരുവിലായിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും, അവിടുത്തെ ശരീരവും രക്തവും, അതാണ് നമ്മെ പിതാവിനെയും പുത്രനായ തമ്പുരാനെയും പിതാവായ തമ്പുരാനെയും പരിശുദ്ധാത്മാവായ തമ്പുരാനെയും ഒന്നിപ്പിക്കുവാൻ ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥം. സ്വർഗത്തിൽ നമുക്ക് 3 സാക്ഷികളേ ഉള്ളൂ. ഒന്ന് ജലം, രക്തം, ആത്മാവ്. ഇത് യോഹന്നാന്റെ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 7-ാം വാക്യം ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ ജലം? മാമുദീസ. രക്തം എന്താ? വിശുദ്ധ കുർബാന. ആത്മാവ് എന്ന് പറഞ്ഞാൽ സ്ഥൈര്യലേപനം, കുദാശകൾ, പ്രാരംഭ കുദാശകൾ 3 പറയുന്നത്. അതായത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തു എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുമ്പോൾ കുരിശിൽ കിടന്ന യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയുടെ യോഗ്യതയാൽ പരിശുദ്ധ തൃത്വത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. അതായത് പിതാവിനെ അല്ല, പുത്രനെ നമ്മൾ സ്വീകരിക്കണം. അപ്പൊ പുത്രനെ സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധ തൃത്വമായുള്ള ഒരു ബന്ധത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. അപ്പോഴാണ് പിതാവിനെയും പരിശുദ്ധാത്മാവും അതിൽ സന്നിഹിതനാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളാണെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ ശരീരരക്തത്തിൽ എന്ത് സംഭവിക്കുകയാണ്? പുത്രനുമായും പരിശുദ്ധാത്മാവുമായി ഒരു കണക്ഷൻ കിട്ടുകയാണ്. അങ്ങനെ പുത്രനും പരിശുദ്ധാത്മാവുമായി കണക്ഷൻ കിട്ടി കഴിഞ്ഞാൽ, അതായത് പുത്രന്റെ ശരീരരക്തങ്ങൾ ഹ്യൂമാനിറ്റി ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം,
ഹൈപ്പോസ്റ്റാസിസ് ഒന്നേയുള്ളൂ. ഒന്നും അത് പറയുമ്പോൾ അത് വീണ്ടും ക്രിസ്റ്റോളജിയിലേക്കാണ് പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. അപ്പൊ യേശു ക്രിസ്തു ശരിക്ക് മനുഷ്യൻ മാത്രമാണോ ദൈവം മാത്രമാണോ? യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. അപ്പൊ യേശു ക്രിസ്തു മനുഷ്യൻ മാത്രമായിട്ട് കുറച്ച് സമയം നടക്കുന്നു, കുറച്ച് സമയം ദൈവം മാത്രമായി നടക്കുന്നു എന്ന് പറഞ്ഞ് വിഭജിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ രണ്ടാളുകളുണ്ടോ? പൂർണ്ണ ദൈവമായിട്ടുള്ള യേശു ക്രിസ്തു ഒന്ന്, അതിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണ മനുഷ്യനായിട്ട് വേറൊരാൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. അങ്ങനെ പറ്റില്ല. കാരണം യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ഹൈപ്പോസ്റ്റാസിസ്, ഒറ്റ വ്യക്തിയുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനിൽ നിന്ന് ദൈവത്തെയും മനുഷ്യനെയും വിഭജിക്കുവാനോ മിക്സ് ചെയ്യുവാനോ മുറിച്ചെടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ നമ്മളിവിടെ വിശുദ്ധ കുർബാനയിലെ അപ്പത്തെയും വീഞ്ഞിനെയും നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ എന്താ, യേശു ക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റി നമ്മൾ ചേരുന്നത്. യേശു ക്രിസ്തു എന്ന മനുഷ്യനെ നമ്മൾ ഭക്ഷിക്കുക, ആ ബലിയർപ്പണത്തിന്റെ യോഗ്യതയിലേക്ക് കടന്നില്ല. പക്ഷെ ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് വചനമാകുന്ന ദൈവത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല. അപ്പൊ യേശു ക്രിസ്തു നമ്മൾ സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? വചനമാകുന്ന പുത്രൻ നമ്മുടെ ഉള്ളിൽ സന്നിഹിതനാവുന്നേ. വചനമാകുന്ന പുത്രൻ നമ്മുടെ ഉള്ളിൽ സന്നിഹിതനായാൽ പരിശുദ്ധ തൃത്വത്തിന്റെ ബന്ധത്തിൽ പുത്രനിൽ നിന്ന് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും മാറ്റി നിർത്താൻ പറ്റൂല. പെരിക്കോണസസ് ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ പരിശുദ്ധമായി ബന്ധത്തിലാവുന്നേ. അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് നമ്മളത് അവിടെ ആചരിക്കുന്നത് പെന്തക്കുസ്തായിൽ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയതിന്റെ ഓർമ്മയാചരണമാണ് നാം വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നടത്തുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കൂ. നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അപ്പം വീഞ്ഞുമാണ്, യേശു ക്രിസ്തു മുഴുവൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, ജീവിക്കുന്നത് ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റാണ്. മാറ്റി നിർത്താൻ പറ്റൂല. കാരണം ഒരു ഏകദൈവമാണ്, തൃത്വമാണെന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് അപ്പം വീഞ്ഞുമായി യേശു ക്രിസ്തുവിനെ ആണെങ്കിലും യേശു ക്രിസ്തുവിൽ വചനമാകുന്ന ദൈവം സന്നിഹിതനാകും. വചനമാകുന്ന ദൈവം സന്നിഹിതനാകുന്നിടത്തു നിന്ന് പിതാവിനും പരിശുദ്ധാത്മാവിനും മാറി നിൽക്കാൻ പറ്റൂല, അവരും സന്നിഹിതനാകും. അങ്ങനെ തൃത്വത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റി വഴി നമ്മൾ ഒന്നിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ആരാധന പരിശുദ്ധ തൃത്വത്തോടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കർത്താവായ ദൈവം എന്ന് പറഞ്ഞത് ആരംഭിച്ച് പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ എന്ന് പറയും. ഇപ്പൊ സർവാധിപന കർത്താവ് എന്നുള്ള പ്രാർത്ഥനയിൽ പ്രത്യേകതയുണ്ട്. സർവാധിപന കർത്താവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓൾട്ടറിലിരിക്കുന്ന ബലിപീഠം പരിശുദ്ധ തൃത്വത്തിന് സിംഹാസനമായി മാറുകയും പരിശുദ്ധ തൃത്വം അതിൽ സന്നിഹിതനാകുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ അവിടുത്തെ ധ്യാന വിഷയം. ഇനി യേശുവിന്റെ കുരിശുമരണത്തെ ധ്യാനിക്കുമ്പോൾ ഓൾട്ടർ ഇരിക്കുന്ന സ്ഥലം യേശുവിന്റെ കല്ലറ അടങ്ങിയിരിക്കുന്ന തോട്ടമായി മാറുകയും ആ ബലിപീഠം യേശു ക്രിസ്തുവിന്റെ കല്ലറയായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരേ സമയം കല്ലറയും ഒരേ സമയം സ്വർഗീയ സിംഹാസനമാവുന്ന അടയാളമാണ് ഈ ഓൾട്ടറിലിരിക്കുന്ന കല്ലറ എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം പരിശുദ്ധ തത്വത്തിലൂടെ ആരാധിക്കാതെയുള്ള വിശുദ്ധ കുർബാന നമുക്കില്ല. ഇനി വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ പാടിയിടുന്നതിന് ഹല്ലേലൂയ ഹല്ലേലൂയ 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞു. എന്നർത്ഥം ഹല്ലേൽ എന്ന് പറഞ്ഞാൽ സ്തുതി, ഹല്ലേലു എന്ന് പറയുമ്പോൾ യാ എന്ന് പറഞ്ഞാൽ യാഹുവേ, യാഹുവേക്ക് സ്തുതി, യാഹുവേക്ക് സ്തുതി, യാഹുവേക്ക് സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിയിടുന്നതിന് ഹല്ലേലൂയ ഹല്ലേലൂയ 3 പ്രാവശ്യം പറയും. എന്താ കാരണം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുപോലെ ഹല്ലേലൂയ 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 നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മുടെ കൂടെ. കാരണം 3 പ്രാവശ്യം തൃത്വത്തെയാണോ ആരാധിക്കുന്നത്. ഹല്ലേലൂയ പിതാവ്, ഹല്ലേലൂയ പുത്രൻ, ഹല്ലേലൂയ പരിശുദ്ധാത്മാവ്. ഇനി ആദ്യമേ പറയുമ്പോൾ പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അങ്ങനെ തൃത്വത്തെ ആരാധിക്കുന്ന ആരാധന വിശുദ്ധ കുർബാന. അതിലേക്ക് നമുക്കുള്ള ബന്ധത്തെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിന്റെ പീഡാസനങ്ങളിലെ ഓർമ്മയാചരണത്തിലോ നടന്നിരുന്നത്. ക്ലിയർ ആയി കരുതുന്നു. ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് കിടക്കാം അല്ലേ? സംശയം ചോദിച്ചോട്ടെ. ചോദിച്ചു. ഇപ്പൊ പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നാണ് പറഞ്ഞല്ല. ഇപ്പൊ പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചെന്ന് പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവ് അങ്ങനെ ആ കൂട്ടായ്മയിൽ ഒറ്റക്കൊരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുമോ?
ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. ഫസ്റ്റ് ടൈം വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോൾ വരികയാണ്. ഇപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ സമയം ബന്ധപ്പെടുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും കിട്ടും. പക്ഷെ കൂടുതൽ വരങ്ങൾ കൈമാറി പോവുക മിക്കപ്പോഴും കൂട്ടായ്മയോട് ചേരുമ്പോഴാണ്. കൂട്ടായ്മയിലായിരിക്കണം. അതായത് വിശുദ്ധ കുർബാന ഒരു കൂട്ടായ്മയാണ്. നമ്മളിപ്പോ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ ഓൾറെഡി ആയി. ഒരു വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാലും കിട്ടുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഒരു കൂട്ടായ്മ നമുക്കുണ്ട് വിശുദ്ധ കുർബാനയിൽ. ആ രീതിയിൽ അതായത് ബേസിക് അതാണ്, ഒരു കൂട്ടായ്മയിൽ നമുക്ക്, അതായത് ഇപ്പൊ ജ്ഞാനസ്ഥാനത്തോട്ട് ലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മയിലൂടെ നമുക്ക് പകരപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടുന്നു. നമ്മൾ സ്ഥൈര്യം സ്വീകരിച്ചവരാ. സ്ഥൈര്യം സ്വീകരിക്കുമ്പോൾ ഓൾറെഡി നമ്മളുള്ളിൽ പരിശുദ്ധാത്മാവ് എത്തിക്കഴിഞ്ഞു സഭയിൽ അംഗങ്ങൾ എന്ന നിലയിൽ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഓക്കെ, ഈ യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്തിട്ട് വിശ്വസിച്ചോട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാ അധികവും പറയുന്നുണ്ട് ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ, ഞാൻ പോയാലും ലഭിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഉദ്ധാനം ചെയ്തതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. ഈ യേശു ക്രിസ്തു ഇപ്പൊ ഉദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം മാത്രമാണ്, അതായത് ആ പെന്തക്കോസ്ത് തിരുനാളിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചത്, അതിക്ക് ലഭിച്ചിട്ടില്ലേ? അവർ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവിൽ നിന്നുള്ള പകർച്ചയാണ്. അവർക്ക് ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ അവരെ ഊതി എന്നുള്ളത്. അതൊരു തിരുപ്പട്ട ശുശ്രൂഷ എന്ന രീതിയിലോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പരിശുദ്ധാത്മാവിനെ പകർത്തി എന്നുള്ള കാര്യമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ മോശ സീനായി മലയുടെ മുകളിലോട്ട് കയറി പോകുന്നു. കയറി പോയപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് 70 നേതാക്കന്മാരെ പാളയത്തിൽ നിന്ന് തെരഞ്ഞു പിടിക്കുന്നു. അങ്ങനെ അവരുടെ 70 നേതാക്കന്മാരെയും കൊണ്ട് മോശ മലയുടെ മുകളിലേക്ക് പോകുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മോശയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ 70 പേരിലേക്കും ദൈവം പകർത്തി എന്ന് കാണുകയാണ്. പക്ഷെ ആ 2 പേര് പാളയത്തിൽ നിന്ന് പ്രവചിക്കുകയാണ്. 2 പേര് ഇതിനൊപ്പം കയറി വന്നില്ല, 2 പേര് പാളയത്തിൽ നിന്ന് പ്രവചിക്കുകയാണ്. അപ്പൊ അവിടെ കൂട്ടിടുന്ന ജോഷിയാണെന്നെ ഓർമ്മ മോശയോട് പറയുകയാണ്, ഇതാ 2 പേര് പാളയത്തിൽ നിന്ന് പ്രവചിക്കുന്നു, അവരോട് ഞാൻ മിണ്ടാതിരിക്കാൻ പറയട്ടെയോ? കാരണം ഇതിന് മുകളിൽ വന്നവർക്ക് മാത്രം പ്രവചിച്ചാൽ മതിയല്ലോ. അപ്പൊ ഉടനെ മോശ പറയുകയാണ്, ഈ കാണുന്ന സകലരും പരിശുദ്ധാത്മാവിൽ നിറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്താ അങ്ങനെ ഉണ്ടാവാഞ്ഞ്? അങ്ങനെ പറ്റില്ല, അങ്ങനെ അന്ന് പറ്റില്ല. എന്നാൽ യേശു ക്രിസ്തുവിന് ശേഷം അങ്ങനെ എല്ലാവർക്കും പറ്റും. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ് പകർത്ത കാര്യം പറയുകയാണ്. പിന്നെ അവർ പ്രവചിച്ചിട്ടില്ല ജീവിതത്തിൽ. അന്ന് പ്രവചിച്ചു, പിന്നെ പ്രവചിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു അതുവരെ. അപ്പൊ ഇതേപോലെ യേശു ക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച നൽകിക്കൊണ്ട് അവർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, രോഗശാന്തികൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ഥായിയായിട്ട് അവരിലേക്ക് വരുന്നത്, കൗതാശികമായിട്ടൊക്കെ കടന്നു വരുന്നത്, ആ ഒരു അഭിഷേകം കടന്നു വരുന്നത് പെന്തക്കോസ്തായ്ക്ക് ശേഷമാണ്. അതിനുവേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് അവർക്ക് അതിന്റെ മുദ്ര ലഭിക്കുന്നത് തുടക്കത്തിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറയില്ലേ, നമുക്കൊരു സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ധ്യാനത്തിന് പ്രാർത്ഥിച്ചപ്പോഴാണ് നമുക്ക് വരങ്ങളൊക്കെ കിട്ടിയെന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ കരുതിയാൽ മതി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷമുള്ള ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് അവർക്ക് യേശു അവരെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു പറയുമ്പോൾ റൂഹ, ഊതുക, കാറ്റ് എന്നാണ് അർത്ഥം. ഇപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം മനുഷ്യരുടെ മേൽ ഊതി, ജീവശ്വാസം ഊതി, അപ്പോൾ അവർക്ക് ജീവനുള്ളതായി തീർന്നു. പാപം ചെയ്തപ്പോൾ അവർ മരിച്ചു. ഇവിടെ തിരിച്ച് ദൈവം യേശു ക്രിസ്തു വീണ്ടും ഊതുകയാണ്, പരിശുദ്ധാത്മാവിന് അവരിൽ ജീവൻ കൊടുക്കുന്നു എന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുക. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? നമ്മൾക്ക് എല്ലാവർക്കും കാവൽമാലാഖമാരുണ്ട്. അത് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഈ കാവൽമാലാഖമാരിലൂടെ അല്ലേ? നമ്മൾ നേരിട്ടല്ല, ഇവരാണുള്ള മീഡിയേറ്ററായിട്ട് നമുക്ക് നിൽക്കുന്നത്. സ്വർഗത്തേലും ദൈവത്തെയും കാണാൻ സാധിക്കുന്ന അവരാണല്ലോ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങൾക്ക്. അപ്പൊ ഇപ്പൊ നമ്മ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ഇപ്പൊ യേശുവിനെ കണ്ടു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കണ്ടു, അങ്ങനെ ഒരു വെളിപ്പാട് ഉണ്ടാകുകയാണെങ്കിൽ ശരിക്ക് ആ ഒരു ദൂതനെയല്ലേ നമ്മൾ കാണുന്നത്? അതാ ഒറിജിനൽ യേശുവിനെ അല്ലെങ്കിൽ ഒറിജിനൽ പരിശുദ്ധാത്മാവിനെ കാണുകയാണോ? പഴയ നിയമത്തിലായിട്ട് നമുക്ക് കാണാം, മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതാണ് സ്തെഫാനോസ് പറയുന്നത്. ഓക്കെ, നമുക്ക് കാവൽമാലാഖമാരെക്കാളും അടുത്തൊരു ബന്ധം നമുക്ക് ക്രിസ്തുവിൽ ലഭിക്കുന്നുണ്ട്.
അതാണ് യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത്താലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും ദൈവവുമായൊരു ബന്ധം. കാവൽ മാലാഖമാരെക്കാളും അപ്പുറത്തേക്കൊരു ബന്ധം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ബന്ധത്തിന് നമ്മെ സഹായിക്കുകയാണ് കാവൽ മാലാഖമാർ ചെയ്യുന്നത്. അതായത് മാലാഖമാർക്കൊരു ദൗത്യങ്ങളുണ്ട്. ഓരോ മാലാഖമാർക്കും ശ്രവണത്തെ സഹായിക്കുന്നവർ, അങ്ങനെ ഓരോ ദൗത്യങ്ങളുണ്ട്. മാലാഖമാർക്ക് നമ്മെ സംബന്ധിച്ച ദൗത്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള ബന്ധം. കാവൽ മാലാഖമാർ എൻ്റെ സേവകാത്മാക്കളാണ്. എബ്രായലേഖനത്തിൽ പറയുന്നത് അങ്ങനെയാണ്, നമ്മുടെ സേവകാത്മാക്കളാണല്ലോ അവർ. നമ്മെ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മെ സഹായിക്കുന്ന സേവകാത്മാക്കളാണ് കാവൽ മാലാഖമാർ. എന്നാൽ ഞാനും ദൈവവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ്. എനിക്ക് ദൈവത്തെ അനുഭവിക്കുന്നതും ബന്ധപ്പെടുന്നതും പരിശുദ്ധാത്മാവിലാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവത്തെ അനുഭവിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കലാവുന്നത്. അപ്പോഴാണ് യോഹന്നാൻ 17:3 ഏകസത്യമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെ അറിയുക. അറിയുക എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീയെ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധത്തെയാണ്, വിവാഹ ബന്ധത്തെയാണ്, ലൈംഗിക ബന്ധത്തെ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിലും ദൈവം എന്നിലും ആകുന്ന രീതിയിലുള്ള അറിയൽ, അത്രയും ഡീപ്പ് ആഴത്തിൽ അറിയൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അവിടെയാണ് നിത്യജീവൻ. കാവൽ മാലാഖമാരുടെ മധ്യസ്ഥം എന്ന് പറയുന്നത് പുണ്യന്മാരുടെ ഐക്യമ്പോഴത്തെ മധ്യസ്ഥമാണ്. നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് തൃത്വത്തിൽ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഗത്സമൻ തോട്ടത്തിൽ വെച്ച് യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സറണ്ടറായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സഹായിക്കാൻ വരുന്നത് കാവൽ മാലാഖയാണ്. സഹനത്തിന്റെ പാനപാത്രം കൈപിടിച്ചുകൊണ്ട് സഹിക്കാൻ ശക്തി കൊടുത്തുകൊണ്ട് സഹായിക്കാൻ വരുന്നത് കാവൽ മാലാഖയാണ്. അതായത് നമ്മുടെ ദൈവമായുള്ള ബന്ധം നേരിട്ടാണ്. അതിൽ സഹായിക്കുന്ന സഹായകരാണ് വിശുദ്ധരും കാവൽ മാലാഖമാരും. അവരില്ലാത്ത ബന്ധമല്ല. പക്ഷെ നമ്മുടെ ബന്ധം യേശു ക്രിസ്തു മുഖാന്തിരം പിതാവുമായുള്ള ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് നമ്മൾ വളരണം. ഇനി ദൂതൻ പ്രത്യക്ഷപ്പെട്ടു കാണുന്നു എന്നുള്ള വിഷയം. നമ്മുടെ കണ്ണിനുള്ള ശക്തി കുറവുണ്ടായിരിക്കും, ചെവിക്കുള്ള ശക്തി കുറവുണ്ടായിരിക്കും. ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പ് ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഇടയിലുള്ള ഘടകമാണ് ദൂതൻ എന്ന് പറയുന്നത്. പ്രധാനമായി അത് പറയുന്നത് പഴയ നിയമത്തെ സംബന്ധിച്ചാണ്. ഉദാഹരണം പറഞ്ഞാൽ, സൂര്യനിൽ നിന്ന് നമുക്ക് പ്രകാശം ലഭിക്കുന്നത് പകലാണ്. അപ്പൊ രാത്രി നമുക്ക് പ്രകാശം ലഭിക്കുന്നില്ലേ? രാത്രി നമുക്ക് പ്രകാശം ലഭിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണോ ലഭിക്കുന്നത്, ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശമാണോ ലഭിക്കുന്നത്? ഉത്തരം ചന്ദ്രനിൽ നിന്ന് പ്രകാശമാണ് ലഭിക്കുന്നത്. കുറച്ചൊരു ആഴത്തിൽ ചോദിച്ചാൽ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രൻ സ്വീകരിച്ചിട്ട് ചന്ദ്രൻ നമുക്ക് തരിക. അപ്പൊ അടുത്ത ചോദ്യം, ചന്ദ്രൻ പ്രകാശം തരുന്നത് സൂര്യന്റെ പ്രകാശത്തിന് അത്ര ഇല്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാണ് ചന്ദ്രൻ അതേ കഴിവുള്ളൂ, അത്രേ പ്രകാശിക്കാൻ കഴിവുള്ളൂ. അപ്പോൾ യഥാർത്ഥ സൂര്യൻ വന്നു കഴിഞ്ഞാലാണ് യഥാർത്ഥ പ്രകാശം മനസ്സിലാവുക. അപ്പൊ ചന്ദ്രൻ നമ്മെ പറ്റിച്ചതാണോ? അല്ല. ചന്ദ്രൻ അതിന്റെ മാക്സിമം നമുക്ക് തരുന്നുണ്ട് പ്രകാശം, അത്രേ പറ്റുന്നുള്ളൂ. അപ്പൊ സൂര്യൻ നമ്മെ പറ്റിച്ചതാണോ? അല്ല. സൂര്യൻ അതിന്റെ മാക്സിമം പ്രകാശം ചന്ദ്രന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കുറവ് വന്നത് എന്താ? ചന്ദ്രൻ വീക്കാണ്. ഇതേപോലെ ദൈവവും പ്രവാചകന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ പരിശുദ്ധിയെ സ്വീകരിക്കുവാൻ പ്രവാചകന്മാർ വീക്കാണ്, അവർക്ക് പറ്റുന്നില്ല. അതിനിടയിൽ അപ്പോൾ അവരെ സഹായിക്കുന്ന സഹായകരായി നിൽക്കുന്നതാണ് ദൂതന്മാർ. പഴയ നിയമത്തിൽ മോശ ദൂതൻ വഴി സംസാരിച്ചെന്ന് സ്തെഫാനോസ് പറയുന്നതിന് ഒരു കാരണം ഇതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? ദൈവത്തിന്റെ തനത് പ്രകാശം അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾക്ക് നൽകുവാൻ പ്രവാചകന് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സൂര്യൻ തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് പ്രകാശം കൊണ്ടുവരികയാണ് പകല്. അതായത് യേശുക്രിസ്തു ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് നിയമം പഠിപ്പിച്ചു, അടുത്തേക്ക് വന്നു. അതാണ് പുത്രാവതാരം, മനുഷ്യാവതാരം. ദൈവം നമ്മുടെ കൂടെ. അപ്പോൾ അതുവരെ കാവലന്മാരാകന്മാർക്ക് അല്ലെങ്കിൽ ദൂതന്മാർക്ക് ഒരു ദൗത്യം ഉണ്ടായിരുന്നു, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ സഹായകരായിട്ട്. ഇപ്പോൾ നമ്മൾ ദൈവവുമായി നേരിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തെ സഹായിക്കുന്ന സഹായകരാണ് ദൂതന്മാർ. അതാണ് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമുക്ക് യേശുക്രിസ്തുവുമായി റിലേഷൻഷിപ്പ് ഉണ്ട്, ദൈവവുമായൊരു ബന്ധമുണ്ട്, ആ പിതാവ് എന്ന് വിളിക്കാനുള്ള അവകാശ ബന്ധമുണ്ട്.
അപ്പൊ നമ്മെ സഹായിക്കുന്ന സേവകാത്മാക്കളാണ് ദൂതന്മാർ. മോശയ്ക്ക് ആ ബന്ധം കിട്ടിയിട്ടില്ല. മോശ ദൈവത്തെ യജമാനനെ കർത്താവേ എന്നാണ് വിളിച്ചിരുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നർത്ഥം. അപ്പൊ ആ ബന്ധത്തിൽ സഹായിക്കുന്ന സഹായകരായിരുന്നു പ്രധാനമായും ദൂതന്മാർ. ഇന്ന് നമ്മൾ ദൂതന്മാർ സഹായിക്കുന്നുണ്ട് ആ കാര്യത്തിൽ, കാരണം നമ്മൾ ജഡികരായ മനുഷ്യരായതുകൊണ്ട്. പക്ഷെ നമ്മൾ ദൂതന്മാർ വഴിയല്ല ദൈവത്തേക്ക് പോകേണ്ടത്, പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണ് പിതാവിനെ ആരാധിക്കേണ്ടത്. ദൂതന്മാർ അവിടെ നമ്മെ വിശുദ്ധാത്മാക്കളെ പോലെ സഹായകർ മാത്രമാണ്. ക്ലിയർ ആണെന്ന് വരുന്നത്. വളരെ വളരെ ക്ലിയർ ആണ്. ശരിക്കും പറഞ്ഞാൽ ആഴത്തിലേക്ക് നമ്മൾ ഒരു വല ഇറക്കുന്ന കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ശരിക്കുള്ള ഒരു ഇതാണ്. ബ്രദറെ ഞങ്ങൾക്ക് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. ദൈവം ബ്രദറിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം തീർന്നെങ്കിലും ബ്രദറിനെ കണ്ടിന്യൂ ചെയ്യുക. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരം ഒട്ടും ആരും പാഴാക്കരുതെന്ന് മാത്രമേ ഞാൻ എല്ലാവരോടും പറയുന്നുള്ളൂ. ബ്രദറിന് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നറിയാം. കണ്ടിന്യൂ ചെയ്തോളൂ ബ്രദറെ. ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ മിനിമം പിടിക്കും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എടുക്കാറില്ലെങ്കിൽ ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അടുത്ത ആഴ്ച എടുക്കാൻ പോകുന്ന വിഷയം പറയാം. അടുത്ത ആഴ്ച എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് തൃത്വത്തിനെതിരെ വന്ന ഹെരസികൾ, ആദിമ നൂറ്റാണ്ടിൽ വന്ന പാഷണ്ഡതകൾ, അതിൻ്റെ പൊള്ളത്തരങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അതേ വിശ്വാസം കൈപ്പിടിച്ച് നടക്കുന്ന യഹോവ സാക്ഷികൾ, പെന്തക്കോസ്തുകാർ, മുസ്ലിങ്ങൾ, അവർ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപജയങ്ങൾ എന്താണെന്നുള്ള വിഷയം കൂടിയാണ് ഇനി ബാലൻസ് ആയിട്ട് എടുക്കാനുള്ളത്. അത് ഇനി ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അത് കഴിയുകയില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അത് എടുക്കാമെന്ന് കരുതുക. 1 മണിക്കൂർ തന്നെ അത് ഇരുന്നാൽ വളരെ വ്യക്തമാവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. മിസ്സാകാതെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമായ രീതിയിൽ തൃത്വത്തെ പറ്റിയുള്ള സംശയങ്ങളും വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി വരിക. നമ്മുടെ ഹൃദയം തുറക്കണം. അതിന്റെ എല്ലാം ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ നമ്മള് എന്തോരം ഞാൻ പറയുന്നത്, ഞാൻ ശരിക്കും കുറച്ചുകൂടി ഒരുങ്ങി വന്നിട്ട് കുറേയും കൂടി കിട്ടിയാലും ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കണം. ഒരുങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും ഒരുങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കുറവ്. അപ്പൊ അത് ടിറ്റോ ബ്രദറെ പ്രാർത്ഥിച്ച് ചോദിക്കാട്ടോ. ആർക്കെങ്കിലും സംശയം ചോദിക്കാൻ ചോദിക്കാം. 15 മിനിറ്റ് വേണമെങ്കിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ കുഴപ്പമില്ല. സംശയങ്ങൾ മാത്രം വേണമെങ്കിൽ, അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ഒരു കുഞ്ഞു സംശയം ഉണ്ടായിരുന്നു. പറയൂ. മെൽക്കിസെദക്കിന്റെ ബലി പിതാവുമായിട്ട് കണക്ട് ചെയ്ത് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് ബ്രദറെ. അതിനെപ്പറ്റി എന്താണ് ബ്രദറിന് പറയാനുള്ളത്? മെൽക്കിസെദക്കിന്റെ ബലി പിതാവുമായ ഒരു ബന്ധത്തിലല്ല. മെൽക്കിസെദക്കിനെ ബൈബിൾ 2 സ്ഥലത്താണ് പരാമർശിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം, അബ്രാഹം മെൽക്കിസെദക്കിന്റെ അടുത്ത് തൻ്റെ ദശാംശം, യുദ്ധം കഴിഞ്ഞ് ജയിച്ച് കിട്ടിയ ദശാംശം മെൽക്കിസെദക്കിന് നൽകിക്കൊണ്ട്, സമ്പത്തിന്റെ ദശാംശം നൽകിക്കൊണ്ട് മെൽക്കിസെദക്കിന്റെ അടുത്ത് ബലി അർപ്പിക്കുന്നു. ആ ബലി എന്ന് പറയുന്നത് അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുള്ളതാണ്. ബൈബിളിൽ പിന്നെ അങ്ങനെ അപ്പവും വീഞ്ഞുമുള്ള ബലിയർപ്പണം നടക്കുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പൊ ഇവിടെ ഹെബ്രായ ലേഖകൻ ആ ഭാഗത്ത് എടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, അബ്രാഹം ബലിയർപ്പിച്ചത് മെൽക്കിസെദക്കിന്റെ പുരോഹിതനെ കണ്ടുകൊണ്ടാണ്. അബ്രാഹത്തിൽ ലേവി എന്ന ഇസ്രായേലിന്റെ പൗരോഹിത്യം അജാത സന്താനമാണ്, ജനിക്കാത്ത സന്താനമാണ്. കാരണം അബ്രാഹത്തിന്റെ പുത്രനാണ്, ഇസാഖിന്റെ പുത്രനാണ്, യാക്കോബിന്റെ പുത്രനാണ് ലേവി. അപ്പൊ അബ്രാഹത്തിന്റെ ഉള്ളിൽ ലേവി ഉണ്ട്. അതായത് ലേവി അജാത സന്താനം എന്നില്ല, ജനിക്കുന്നതിന് മുമ്പേ അബ്രാഹത്തിലൂടെ മെൽക്കിസെദക്കിന് ബലിയർപ്പിച്ചു. ആ ബലിയർപ്പണം അപ്പം വീഞ്ഞുള്ളതാ എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരമില്ലാത്ത പൗരോഹിത്യം യേശു ക്രിസ്തുവിലുണ്ട്. അത് യൂദ ഗോത്രത്തിലാണ് യേശു ജനിച്ചത്, ലേവി ഗോത്രത്തിലല്ല. എന്നിട്ട് യേശു അർപ്പിക്കുന്ന പൗരോഹിത്യം എന്ന് പറയുന്നത് ലേവി ഗോത്രത്തിലൂടെ കടന്നു വന്ന നിയമത്താലുള്ള ബലിയർപ്പണമല്ല, മെൽക്കിസെദക്കിന്റെ ക്രമപ്രകാരമുള്ള ബലിയർപ്പണമാണ്. മെൽക്കിസെദക്കിന് അവിടെ പിതാവിനെ പോലെയല്ല ഐക്കണായിട്ട് വയ്ക്കുന്നത്. പുത്രനായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് മെൽക്കിസെദക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അബ്രാഹത്തൊക്കെ വലിയവനായ പൗരോഹിത്യമാണ്. കാണിക്കുന്ന 3 സിമ്പിൾസ് ആണ്. 1, മോശയെ പോലെ ഒരു പ്രവാചകൻ. 2, ദാവീദിന്റെ പുത്രനെ പോലെ രാജാവ് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പുത്രനാണ് സോളമൻ. സോളമനെ പോലെ ഒരു രാജാവ്, മെൽക്കിസെദക്കിനെ പോലെ പുരോഹിതൻ. 3 ശുശ്രൂഷയാണ്. പൗരോഹിത്യ ശുശ്രൂഷ,
പ്രവാചക ശുശ്രൂഷ, അതുപോലെ രാജകീയ ശുശ്രൂഷ. ഈ 3 ശുശ്രൂഷ യേശുക്രിസ്തുവിൽ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖനം പഠിപ്പിക്കുക. അതാണ് ഈ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത്. ഇനി സഭയുടെ ചരിത്രത്തിൽ മെൽക്കിസദേക്കിനിസം എന്ന് പറയുന്ന ഒരു ഹെരസി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അനാദിയിൽ ദൈവത്തിന്റെ ഒപ്പം മെൽക്കിസദേക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ദൈവപുത്രനായിട്ട് യേശുക്രിസ്തു അങ്ങനെ ഉണ്ടായിരുന്നു, മനുഷ്യരൂപത്തിൽ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ കടന്നു വന്നിട്ട് അവന് പിതാവും മാതാവും ഇല്ല, അതുകൊണ്ട് അവന് കടന്നു വന്നുകൊണ്ട് അബ്രാഹാം അവർക്ക് ബലിയർപ്പിച്ചു. അത് കാരണം കൊണ്ട് ആ മെൽക്കിസദേക്കിന്റെ ഒരു അവതാരമാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലുള്ള ഒരു പാഷണ്ഡതയുണ്ട്. ഇത് സഭ വിശ്വസിക്കുന്നില്ല. അപ്പൊ മെൽക്കിസദേക്കിനെ കുറിച്ച് വർണ്ണിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഈ ഒരു പാഷണ്ഡതയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും മെൽക്കിസദേക്കിനെ പിതാവായ ദൈവമായും അല്ലെങ്കിൽ പുത്രനായ ദൈവമായും നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് യാതൊരു ബന്ധവുമില്ല. സാലേമിലത്തെ രാജാവാണ് മെൽക്കിസദേക്ക്. അവന്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് ബൈബിളിൽ പരാമർശമില്ല. യേശുക്രിസ്തു അബ്രാഹാം മെൽക്കിസദേക്കിന് ബലിയർപ്പിച്ചു. ആ പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് എബ്രായ ലേഖകൻ അബ്രാഹത്തേക്കാൾ വലിയതാണ്, ലേവിയേക്കാൾ വലിയതാണ് യേശു എന്ന് പറയുന്നതിന് വേണ്ടി എടുത്തുപയോഗിക്കുകയാണ്. അപ്പം വീഞ്ഞോടെ ബലിയർപ്പണം കാരണം. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ബ്രദർ. വെൽക്കം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ക്ലാസ് നല്ല തിയോളജി ലെവലിലായതുകൊണ്ട് ബോറടിക്കൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ കഥകളൊന്നും ഇല്ലാതെ പോകുന്നത്. അയ്യോ, ബോറടിയാ ഇത്. നമ്മ ഒരു സെക്കൻഡ് വിടാതെ സൂക്ഷിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ, ഞാൻ പറഞ്ഞില്ലേ, വളരെ ആഴത്തിലുള്ള മുത്തുകളാണ് കിട്ടിയത്. ശ്രദ്ധ പോകുന്ന ആൾക്കാരുണ്ടെങ്കിലേ ക്ലാസ് എന്റെ പല ക്ലാസ്സുകളിലും ആൾക്കാർ പറയുന്ന ഒരു വസ്തുത ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ബ്രദറെ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് കാരണം ഞാനിങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ പ്രാർത്ഥിച്ചു ഒരുങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇല്ലാണ്ട് നമുക്ക് മനസ്സിലാവില്ല. ബ്രദറിന്റെ ക്ലാസ്സുകളെല്ലാം വളരെ, ഇത് 2 ക്ലാസ് കേട്ടതിൽ ഒരു പ്രശ്നവുമില്ല. വളരെ ക്ലിയർ ആണ്, വളരെ ആഴത്തിലുള്ളതാണ്, നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നല്ലപോലെ ഞങ്ങൾക്ക് അതേക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ള അറിവ് കിട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബ്രദർ അതോർത്ത് വിഷമിക്കേണ്ട, ഞങ്ങൾക്ക് ബോറടിക്കുമെന്ന്. ഞങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. ഈ ബോറടിച്ചാലും കുഴപ്പമില്ല. ധൈര്യമായിട്ട് അത്ര ഇതായിട്ടാ പറയുന്നത്. ഇത്രയും ത്രിത്വത്തെ പറ്റി ഇത്രയും ക്ലിയർ ആയിട്ട് ഇതുവരെ ക്ലാസ് കേട്ടിട്ടില്ല. സത്യം തുറന്നു പറയുന്നു, ഇതുവരെ ഇത്രയും ക്ലിയർ ആയിട്ട് പലരും പറഞ്ഞു വരുമ്പോഴത്തേക്കും പലത് പല രീതിയിലോട്ട് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ ഇത് വളരെ നമുക്ക് ഒരു ഡൗട്ടിന് പോലും ഇടയില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഇപ്പൊ പറഞ്ഞ ഒരു വ്യക്തിയിൽ തന്നെ 3 വ്യക്തിയുടെ ഉദാഹരണമൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പൊ അത് നമുക്ക് കുറെ കൂടി ക്ലിയർ ആയിട്ട്. പക്ഷെ അത് ഞാൻ സെമിനാറിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞത് ഞാൻ മാത്രമാണ് എന്നാണ് അവരും പറയാറ്. എനിക്കിത് കിട്ടിയത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഡിബേറ്റ് ലെവലിലേക്ക് പോകുമ്പോഴേ പെന്തക്കോസ്തുകാരായിട്ട് മുസ്ലിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ ശരിക്കും ആ വാക്കിൽ കുടുക്കി പിടിക്കുന്ന നമ്മളാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനയും അതുപോലെ കർത്താവിന് കിട്ടുന്ന ആ ഒരു അനുഭവം, കർത്താവ് തരുന്ന പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നമ്മളോട് സംസാരിക്കുന്ന അനുഭവമാണല്ലോ. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് അത്. അപ്പൊ അതിങ്ങനെ മുസ്ലിംസായിട്ട് ഞാൻ ഈ തൃത്വം എന്നുള്ള വിഷയം ഡിബേറ്റിൽ പോയിട്ടുണ്ട്, പെന്തക്കോസ്തുകാരായിട്ടും ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അങ്ങനെ ഡിറ്റോനെ അറിയാം. ഡിറ്റോ ആ സമയത്ത് ക്ലബ്ബോസിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു സമൂഹത്തിന്റെ അടുത്ത് എന്തും നമുക്ക് പറയാം. നമ്മൾ പറയുന്നതിൽ കുറ്റം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയണം. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിവിടെ ആ ഒരു ശുശ്രൂഷ നയിച്ചു പോയി. അങ്ങനെയാണ് ആ കോവിഡ് കാലത്താണ് അങ്ങനത്തെ ഒരു വിളിയിലേക്ക് കർത്താവിനെ കൊണ്ടുപോയത്. അങ്ങനെയാണ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത്. പെന്തക്കോസ്തുകാരുടെ ട്രിനിറ്റിക്ക് എന്താ വ്യത്യാസം? നമ്മളായിട്ട് എന്താ വ്യത്യാസമുള്ളത് കത്തോലിക്കരായിട്ട്? അത് ട്രൈത്തീസം എന്ന് പറയും, ഹെരസി. അതിലേക്കാണ് അവർ പോകുന്നത്. ഞാൻ അടുത്ത ആഴ്ച കൂടുതൽ വിശദമായിട്ട് പറയാം. ബ്രദറെ, ഒരു കാര്യം, ഈശോ തന്റെ പരസ്യ ജീവിത കാലത്ത് തന്റെ ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിച്ച് പല സ്ഥലങ്ങളിലേക്കും വിടുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവർക്ക് ഈ രോഗികളുടെ മേലും ഈ എല്ലാവിധ അധികാരവും കൊടുത്തിട്ടാണ് ഈശോ അവരെ അയക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഇതില് നമ്മൾ ഈ അധികാരം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അവർക്ക് കൈമാറിയിട്ടുണ്ടായിരിക്കത്തില്ലേ? അവർ ചേർന്ന സകല ദൗത്യങ്ങളും പരിശുദ്ധാത്മാവിലായിരിക്കും.
പക്ഷെ അത് യേശു ക്രിസ്തുവിൽ നിന്ന്, അതായത് പുതിയ നിയമത്തിലെ സുവിശേഷത്തിന്റെ ഭാഗമാണ് പറയുന്നത് അല്ലേ? ക്രിസ്തു ആയിരിക്കുന്ന സമയത്തുള്ള കാര്യമല്ലേ പറയുന്നത്? ഓക്കെ. അതായത് അത് ഞാൻ പറഞ്ഞത് മുമ്പ്, മോശയുടെ അടുത്തേക്ക് വന്ന 72 പേരിലും പരിശുദ്ധാത്മാവ് നിറയുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോ അവരെ കഴിഞ്ഞു. ഇതേപോലെ യേശുവിനൊപ്പം നടന്ന യേശുവിന്റെ ശിഷ്യന്മാരെ യേശു അവരെ അയക്കുമ്പോൾ യേശുവിന്റെ ദൗത്യത്തിലാണ് അവര് ആ ശുശ്രൂഷ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് കഴിഞ്ഞു, അവരിന്ന് വിട്ടുപോകുന്നു. ഇപ്പൊ വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദിനെ പിടിക്കാൻ വേണ്ടി സാവൂള് 50 ഗണം പടയാളികളെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? സാമൂഹ്യ പ്രവാചകന്റെ കൂടെ ഇരുന്ന് പ്രവചിക്കാൻ തുടങ്ങി, പ്രവാചകന്മാരോടൊപ്പം ഇരുന്ന് പ്രവചിക്കാൻ തുടങ്ങി. അവരെ പിടിക്കാൻ വന്ന 50 പേരും പ്രവചിച്ചു. അപ്പോൾ സാവൂൾ വീണ്ടും 50 പേരെ അയച്ചു. 50 പേരും അവിടെ പ്രവചിച്ചു. അപ്പൊ ലാസ്റ്റ് സാവൂള് തന്നെ നേരിട്ട് ചെന്ന് പിടിക്കാനായിട്ട് സാവൂള് ചെന്ന് അവിടെ 3 ദിവസം കടന്ന് പ്രവചിച്ചു. അപ്പോൾ വന്നവർ അവിടെ പ്രവചിക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ പ്രവചിക്കുന്നില്ല, കഴിഞ്ഞു, വിട്ടുപോയി. അപ്പൊ ഇങ്ങനെ ദൈവം അതായത് യേശു ക്രിസ്തു പെന്തക്കോസ്ത് നാൾ വരെ ഉള്ള പ്രവർത്തനങ്ങളില് ഇങ്ങനെ ഏത് കൂട്ടായ്മയോടൊപ്പം നിൽക്കുന്ന ആ കൂട്ടായ്മയിൽ വെച്ച് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മ അവരിന്ന് വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്തയ്ക്ക് ശേഷം അങ്ങനെ ഇല്ല. ഒരാളിൽ വന്നു നിറഞ്ഞ ആ വ്യക്തിനെ വിശുദ്ധ കുർബാന വഴി കൂട്ടായ്മയിൽ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല. വിട്ടുപോകുന്നത് പാപം വഴി വിട്ടുപോകും അതല്ല പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഓൾറെഡി പരിശുദ്ധാത്മാവിൻ്റെതായ രീതിയിൽ വിട്ടുപോകുന്ന ഒരു പ്രവർത്തനം ഇല്ല, ആ കൂട്ടായ്മയിൽ ഒന്നിപ്പിച്ചു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 15-16 വചനങ്ങൾ, അപ്പം ഒന്നായിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിൽ ഭാഗഭാഗിത്വമാണ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരപ്പമേ ഉള്ളൂ, അപ്പത്തിൽ ഒന്നായിരിക്കുന്നു എന്നാണ് പറയാ. അപ്പൊ അത് യേശുക്രിസ്തുവിന് മുമ്പ് ഇങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ശേഷം അങ്ങനെയല്ല. അതുകൊണ്ടാണ് പത്രോസ് തള്ളി പറഞ്ഞത് പറ്റിക്കൊടുത്തതൊക്കെ. പറഞ്ഞോളൂ. ഒരു കാര്യം കൂടെയുള്ള, അപ്പം ഈ പെന്തക്കോസ്തായ്ക്ക് ശേഷം ശിഷ്യന്മാരിലേക്കും പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് അവര് ആ ഒരു സ്വീകരിച്ച പരിശുദ്ധാത്മാവിന് ഒരു എന്താ പറയുക, ഒരു നല്ല ഹൈ വോൾട്ടേജ് പവറുള്ള ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായപ്പോൾ ഉള്ളത്. ആ സമയത്ത് ശിഷ്യന്മാരിലും എല്ലാവരിലും ആ ഒരു എഫക്റ്റും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് സഭയിൽ എന്തുകൊണ്ട് ഇപ്പൊ പത്രോസ് പോയ സുവിശേഷത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്, പത്രോസ് പോയ വഴിയിലെ നിഴലിൽ പോലും രോഗികളെ കടത്തി അവർക്ക് സൗഖ്യം കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ആ പദവി സഭയിൽ കൈമാറ്റം ചെയ്യപ്പെടുകയും അതിന് ശേഷം വന്നിട്ടുള്ളവരിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം തുടർച്ചയായിട്ട് വന്നവർക്ക് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇത് പവർ, അതായത് ഹോളി സ്പിരിറ്റ് പവർ നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടായിരിക്കണം? ഇപ്പോഴുള്ള ആളുകളിൽ അത്രത്തോളം ഒരു പവർ കാണുന്നില്ല, എന്തുകൊണ്ടായിരിക്കാം? അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, പരിശുദ്ധാത്മാവ് വരുന്നത്, വരങ്ങൾ പ്രകടമാക്കുന്നത് വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യ സമയങ്ങളിൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ അവർ പ്രഘോഷിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റിയെ പ്രഘോഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സാക്ഷ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിന് ഉണ്ടായിരുന്നു. ഇന്ന് കൂടുതലായി സഭ വളർന്നു. അപ്പോൾ ഈ ഒരു സഭയുടെ പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള വളർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സാക്ഷ്യപ്പെടുത്തലിന്റെ ആവശ്യം അധികമായി വരുന്നില്ല. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ആദിമസഭകളിൽ രക്തസാക്ഷിത്വമായിരുന്നു പ്രധാനമായിട്ടും. അതായത് അവർ രക്തസാക്ഷികളാകുവാൻ വേണ്ടി കൊതിക്കുകയും രക്തസാക്ഷികളാവുകയും ചെയ്യുക. കാരണം അവരത്രയും ദൈവവുമായുള്ള വിശ്വാസബന്ധമായ ബന്ധത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് രക്തസാക്ഷിത്വങ്ങൾ കുറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി സഹനത്തെ സ്വീകരിക്കലായി, രോഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം സ്വീകരിക്കലായി, അത്ഭുതങ്ങളൊക്കെ ഉപരി ആ ഒരു സഹനങ്ങളെ സ്വീകരിക്കലായി. പിന്നെ മൂന്നാമത് പറയുകയാണെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ എഴുതി വെച്ചതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ ഇന്നും സംഭവിക്കുന്നുണ്ടെന്നേ. അപ്പൊ നമ്മളത് കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നമ്മൾ അത്ഭുതത്തിന് പുറകെ പോകലല്ല. ഇപ്പൊ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും യേശു ചെയ്ത അത്ഭുതങ്ങളിലെല്ലാം ബൈബിൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത്ഭുതം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഇതേപോലെ, അതായത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്
അപ്പൊ ഇതിലെ ഓരോന്നിലും ഒരു ലക്ഷ്യമുണ്ട്. അത്ഭുതം പറയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ യോഹന്നാൻ പറഞ്ഞ അടയാളമാണ്. അത്ഭുതം പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്, കുറെ മാജിക് ചെയ്ത് പോവുകയല്ല. ഒരു വിഷയം പഠിപ്പിക്കാനുണ്ട്, ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാനുണ്ട്, ദൈവം അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ പഠിപ്പിച്ച് പോവാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ഉദാഹരണം പറഞ്ഞാൽ, 5,000 പേർക്ക് വിധിച്ചു കൊടുക്കുന്ന വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനം വരുന്നതാണ്. ഇപ്പോൾ ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജാതിയുമായുള്ള ബന്ധം, അവരും കർത്താവിന്റെ സഭയിൽ അംഗമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അങ്ങനെ ഓരോന്നിനും ഇപ്പോ അന്ധനെ സുഖപ്പെടുത്തുന്നത് പറയുന്നത് തലമുറകളുടെ ശാപമല്ല രോഗം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രബോധനം ഉണ്ട്. അപ്പൊ ഇതേപോലെ ഇന്നും ഓരോ അത്ഭുതങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ ധ്യാനത്തിന് പോകുമ്പോൾ ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ കാണുകയാണ്. ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത്ഭുതങ്ങൾ ഇങ്ങനെ കുറെ നടക്കുന്നു, കുറെ അത്ഭുതങ്ങൾ കാണുന്നു, ഹായ് അടിപൊളി, ദൈവം ഇപ്പോഴും ജീവിക്കുന്നു. അങ്ങനെ പറയാനല്ല, ദൈവം ഇന്നും ജീവിക്കുന്നുള്ളതിനെ അടയാളം അത്ഭുതമല്ല. അതിന് ഇപ്പോൾ റോമക്കാർക്ക് എഴുതിയ ലേഖനം 1:20 പറയുന്നുണ്ട്, ദൈവത്തിന് അനന്ത പ്രകൃതി അനന്തശക്തി സൃഷ്ടപ്രപഞ്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഒഴുകഴിവില്ല. ദൈവം ഇല്ല എന്ന് പറയാനുള്ള ഒഴുകഴിവില്ല എന്നാണ് പറയുന്നത്. ദൈവം ഉണ്ട്, സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ ശക്തി അനന്തശക്തി നിറഞ്ഞു നിൽക്കുന്നു. അത് കണ്ടിട്ട് സൃഷ്ടപ്രപഞ്ചത്തിന്റെ അത്ഭുതം നോക്കിയിട്ട് പറയണം ദൈവം ഉണ്ട് എന്ന്. വേറെ അത്ഭുതം തരില്ല. അപ്പൊ നമ്മൾ അത്ഭുതത്തിന് പുറകെ ഓടുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ചെയ്ത അത്ഭുതം ഇപ്പം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മളൊരു ചെറു ഉദാഹരണം പറയാം. ഒരു ധ്യാനഗുരു നായികമർമ്മളച്ചന്റെ ജീവചരിത്രം എഴുതി വെക്കണം. ഇതുപോലെ കുറെ അത്ഭുതം കിട്ടും. പനകലച്ചന്റെ അല്ലെങ്കിൽ വട്ടായച്ചന്റെ ഒക്കെ ജീവിതാനുഭവങ്ങളൊന്നും എഴുതി വെച്ച് നോക്ക്. അപ്പൊ ഇതുപോലെ അപ്പോസ്തല പ്രവർത്തനം പറയുന്ന പോലെ കുറെ അത്ഭുതങ്ങൾ അതിലുണ്ടാവും, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായത്. അപ്പൊ ഈ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കടന്നു വരുന്നതിന് പുറകെ പോകേണ്ടതില്ല. ഇതുപോലെ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ഇന്ന് സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അന്ന് ഇന്നും എന്നും ജീവിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകുക എന്നതിനേക്കാളുപരി സഭയുടെ പൊതുനന്മയ്ക്ക് വേണ്ടി ഒരു വിഷയം പഠിപ്പിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടും സാക്ഷ്യപ്പെടുത്തണം എന്ന രംഗം കടന്നു വരുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നെ കടന്നു വരുന്നത്. ഓക്കെ ഓക്കെ ബ്രദർ, ഓക്കെ ഓക്കെ. ഒരുപക്ഷെ ഫുള്ളായിട്ട് തൃപ്തിയായി ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ആ ലെവലിലേക്ക് വളരാൻ പറ്റും. ഏതൊരു വ്യക്തിക്കും റിയലി ആ അപ്പസ്തോലന്മാരുടെ ലെവലിലേക്ക് വളരാൻ ഇന്നും പറ്റും. നമ്മൾ വില കൊടുക്കണം, അതാണ് എൻ്റെ കാര്യം. രക്തസാക്ഷിത്വം എന്ന് പറയുന്ന ലെവലിലേക്കുള്ള കൺസെപ്റ്റിലേക്ക് വളരണം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യവും ഇപ്പം അപ്പസ്തോലന്മാരൊക്കെ മരിക്കാൻ തയ്യാറാവുമ്പോഴേ, ഞാൻ പോയി കഴിഞ്ഞാൽ ഈ സഭ എവിടെ ഉണ്ടാകുന്നോ, ഞാൻ പോയി കഴിഞ്ഞാൽ ആര് സഭയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മരിക്കാൻ പോണത്. ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും, സ്വർഗത്തിൽ പോകാൻ എളുപ്പവഴിയാണ് എൻ്റെ ഈ മരണം എന്നുള്ള ബോധ്യത്തിൽ അവർ പോയി മരിക്കാൻ തയ്യാറാവുന്നതേ. അവിടെ ആരെങ്കിലും കൊല്ലുന്നുണ്ട് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞവർ ഓടിപ്പോയി മരിക്കാൻ പോവുകയാണ് അങ്ങോട്ട്, എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ലെവലിലേക്കൊക്കെ ഒരു വിശ്വാസം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളിലും ഇതേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ചലിക്കും. സ്തെഫാനോസൊക്കെ അപ്പോസ്തല പ്രവർത്തനം കാണുന്നില്ലേ, ഇറങ്ങി പോവാണ്, കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് കല്ലെറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരെന്നെ ഇങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുക യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണം സ്തെഫാനോസ് ഇരിക്കുകയാണത്. നമ്മളാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക, അവർക്ക് വിഷമമാകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറും. നമ്മൾ ഇങ്ങനെ യേശു ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക, അപ്പൊ അവരെ ദൈവത്തിനെ അവർ വിശ്വസിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മാറിക്കുകയും ചെയ്യും. അവരുടെ സ്തെഫാനോസ് അവരെ ഇറിറ്റേറ്റ് ചെയ്യാണ്, യേശു ക്രിസ്തു ദൈവമാണ് ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ. ഇപ്പൊ ഒരു കല്ലിൽ തെറിഞ്ഞ് കൊല്ലാണ്, കൊല്ലുമ്പോൾ സന്തോഷത്തോടെ മരിക്കണം. ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ വളർന്നാൽ നമ്മളിലൂടെയും ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ ക്രിസ്തുവിനെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ടാണോ നമ്മൾക്ക് ആ ഒരു റിയൽ ഹോളി സ്പിരിറ്റ് എഫക്ട് നമ്മളിൽ ഉണ്ടാകാത്തതെന്നാണോ പറയുന്നത്? അല്ലല്ല, അങ്ങനെ പറയില്ല. കാരണം നമ്മുടെ ത്യാഗത്തോണ്ടല്ല നമുക്ക് രക്ഷ, യേശു ക്രിസ്തുവിന്റെ കുരിശും പറഞ്ഞ കൊണ്ടാണ് നമുക്ക് രക്ഷ. നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വതവേ നമ്മൾ ത്യാഗം അനുഭവിക്കാൻ വേണ്ടി ത്യാഗം അനുഭവിക്കല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വതവേ കൃപ ലഭിച്ചത് കൊണ്ടുള്ള ആ ഒരു തീഷ്ണതയിൽ വിശ്വാസം അത്ര ആഴത്തിൽ നമ്മൾ ഇങ്ങനെ ദൈവവുമായി മുഖാമുഖമുള്ള അറിവിൽ അനുഭവത്തിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോകുകയാണ്. ഇവരൊന്നും ത്യാഗം അനുഭവിച്ച് രക്തസാക്ഷിയാക്കണമെന്ന് പറഞ്ഞിട്ട് പോകണമെന്നല്ല, ഇവർക്ക് ആ സ്വർഗത്തോടുള്ള കൊതി അവരെ അതിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചാൽ കുറെ കിട്ടും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ത്യാഗം എടുക്കുകയല്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ ത്യാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനെ ബൈബിളിൽ പറയുന്ന വാക്ക് കൃപ എന്നാണ്.
നിയമം വഴിയല്ല കൃപ വഴിയാണ് കടന്നു വരുന്നത് എന്ന് പറയുന്നു. നിയമം എന്ന് പറയുന്നത് ഞാൻ കുറെ ത്യാഗം അനുഭവിക്കണം അപ്പൊ കർത്താവ് ഇനി പ്രസാദിക്കും എന്ന് പറയുന്ന രീതിയാണ്. അതല്ല, എന്നിൽ കർത്താവ് പ്രസാദിക്കുന്നതുകൊണ്ട് ദൈവം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഈ ത്യാഗത്തിലേക്ക് അറിയാതെ കടന്ന് പ്രവേശിക്കുകയാണ്. രക്തസാക്ഷ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ത്യാഗം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടല്ല, എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സ്പിരിറ്റ് എന്ന് പറയില്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്തു പോകുന്നതാണ്. അങ്ങനെ പോണം. പ്രീച്ച് മിനിസ്റ്ററുടെ ജോമൻ ബ്രദറെ ഒന്ന് ക്ലോസിംഗ് പ്രെയർ ചെയ്യാൻ സാധിക്കുമോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? 2 ജോമനുള്ളതാണ് അങ്ങനെ പ്രത്യേകം പ്രീച്ച് മിനിസ്റ്ററുടെ ജോമൻ ബ്രദർ എന്ന് പറഞ്ഞത്. എന്റെ കണ്ണില് കരണ്ട് പോയി, അത് കാരണം ഞാൻ കണ്ണിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു. കണ്ണിന് എന്തോ സംതിങ്. അത് കഴിഞ്ഞ ആഴ്ച നോട്ട് ചെയ്തിരുന്നു, കണ്ണില് കൈ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച തോന്നില്ല. ബ്രദറെ ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ. അല്ല, ക്ലോസിംഗ് പ്രെയർ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാണ് ജോമൻ ബ്രദറിനോട്. ഓക്കെ. നല്ല ഈശോയെ, അനുഗ്രഹപ്രദമായ ഈ രാത്രികാലത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പരിശുദ്ധ സ്നേഹം കൊണ്ട് കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ. ബ്രദറിനെ ഞങ്ങളുടെ തിരുഹൃദയത്തിന് പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവെ, ബ്രദറിനെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകായിരങ്ങളുടെ മുൻപിൽ അങ്ങയെ പ്രഘോഷിക്കുവാൻ, ആധികാരികമായി ക്ലാസ്സുകൾ എടുക്കുവാൻ, ത്രിത്വത്തെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാൻ മകന്റെ അധരങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോ, ഈ 2 ആഴ്ചക്കാലത്തെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, നാട്ടിലായിരുന്ന ബ്രദറിനെ അറേഞ്ച് ചെയ്ത കർത്താവെ എല്ലാ ഈ സാഹചര്യങ്ങളെയും കർത്താവ്, ഈ രാത്രിയിലും നാട്ടിൽ ഇപ്പോൾ എത്രയോ സമയമായിട്ടുണ്ട്, അപ്പോഴും ബ്രദർ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഈ വചന പ്രഘോഷണം ക്ലാസ്സും ഒക്കെ എടുക്കുന്നു. ഡിറ്റോയെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവ്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയെ കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങയോടൊപ്പം ആയിരിക്കുവാനും അവിടുന്ന് ഞങ്ങൾ കൃപ നൽകണമേ. ബ്രദറിന്റെ ഫാമിലിയെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ ഫാമിലിയെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണ്, അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നമ്മുടെ ഒരു തിമ്പലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും ആമേൻ.